ഇങ്ങനെ പാറിപ്പറക്കുന്നത് കണ്ടുകൊണ്ട് വേണം എനിക്ക് മരിക്കാൻ. സഖാക്കളെ, നിങ്ങൾ കണ്ടോ? 24ാം പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ നടക്കുമ്പോ 1000 കണ്ടനാളങ്ങളിൽ നിന്ന് ഇൻകുലാബിന്റെ വിളിയേറുമ്പോ 100 കണക്കിന് ചെങ്കൊടികൾ ആകാശത്തേക്ക് ഇങ്ങനെ പാറിപ്പറക്കുമ്പോ 23ാം പാർട്ടി കോൺഗ്രസിൽ വെച്ച് കണ്ണൂരിൽ വെച്ച് ഹൃദയം പൊട്ടി ജോസഫൈൻ മരിച്ചു. സമ്മേളന നഗരിയിൽ കാണണോ? നിങ്ങൾക്ക് ജോസഫൈനെ കാണണോ? എന്റെ കൂടെ വാ. തൃശൂർ മെഡിക്കൽ കോളേജിൽ അനാട്ടമി ക്ലാസ്സിൽ സഖാവ് ഇങ്ങനെ മലർന്നു കിടക്കുന്നുണ്ട്. ആ നെഞ്ചു കയറിയിട്ടുണ്ട്, ആ വയറു പിളർന്നിട്ടുണ്ട്. കീറിയ നെഞ്ചിനകത്തൂടെ വയറിനകത്തൂടെ കൈയിട്ട് ഹിന്ദുവിന്റെ, മുസൽമാന്റെ, ക്രിസ്ത്യാനിയുടെ, മതമുള്ളവന്റെ, മതമില്ലാത്തവന്റെ കുട്ടികൾ പഠിക്കാണ്. ഇത് ഹൃദയം, ഇത് കിഡ്നി, ഇത് നട്ടല്, ഇത് വാരിയല്. എന്നിട്ട് അവര് നല്ല ഡോക്ടർമാരായി പുറത്തേക്ക് ഇറങ്ങുക. മരണത്തിലേക്ക് നടന്നു നീങ്ങുന്ന മനുഷ്യരുടെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. എത്ര പേർ മരിച്ചാലും മനുഷ്യന് വേണ്ടി ജീവിക്കുന്ന എത്ര സഖാക്കൾ. 34 കൊല്ലം ബംഗാൾ ഭരിച്ചതിൽ മഹാഭൂരിപക്ഷം ഭരിച്ച ജ്യോതി ബാസുവിനെ കാണണോ നിങ്ങൾക്ക്? ഈ അടുത്ത കാലത്ത് മരിച്ച മുൻ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യയെ കാണണോ നിങ്ങൾക്ക്? വാ. കൽക്കട്ട മെഡിക്കൽ കോളേജിന്റെ അനാട്ടമി ക്ലാസ്സിൽ സഖാക്കൾ ഇങ്ങനെ മലർന്നു കിടക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് നമ്മളോട് വിട പറഞ്ഞു പോയ പ്രിയപ്പെട്ട സീതാറാം യെച്ചൂരിയെ കാണണോ സഖാക്കളെ നിങ്ങൾക്ക്? വാ. ഡൽഹി എയിംസിന്റെ അനാട്ടമി ക്ലാസ്സില് സഖാവ് ഇങ്ങനെ മലർന്നു കിടക്കുന്നുണ്ട്, നെഞ്ചു കീറി വയറു പിളർന്ന്. ഒരുപാട് കാലം കാസർകോട്ടെ MP ആയിരുന്ന രാമണ്ണറെ കാണണോ? വാ. കണ്ണൂർ മെഡിക്കൽ കോളേജിന്റെ അനാട്ടമി ക്ലാസ്സിലുണ്ട്. പുന്നക്കൽ സംശു SDPIക്കാര് വെട്ടി നുറുക്കി മരണം ഉറപ്പായിട്ടും അതിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് സാധാരണ മരണം പ്രാപിച്ച പുന്നക്കൽ സംശുവിനെ കാണണോ? വാ. മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ അനാട്ടമി ക്ലാസ്സിൽ സഖാവ് ഇങ്ങനെ മലർന്നു കിടക്കുന്നുണ്ട്. സംഖ്യയായ മകളെ എതിർത്തിട്ടും മറ്റു മക്കളുടെ സഹായത്തോടെ, നിയമ പോരാട്ടത്തോടെ ഞങ്ങളുടെ MA ലോറൻസ് സഖാവിനെ കാണണോ നിങ്ങൾക്ക്? എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിൽ മലർന്നു കിടക്കുന്നുണ്ട് ഞങ്ങളുടെ സഖാവ്. എത്ര പേർ മരിച്ചാലും മനുഷ്യന് വേണ്ടി ജീവിക്കുന്ന എത്ര പേർ. പ്രിയപ്പെട്ടവരെ, ഈ വർത്തമാന കാലത്ത് ആ ധീര സഖാക്കളുടെ ഓർമ്മകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മതേതരത്വത്തിനും ജനാധിപത്യത്തിനും വേണ്ടിയുള്ള ഉജ്ജ്വല പോരാട്ടം നടത്തണം. ഈ സമ്മേളന കാലത്ത് ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത, കഴിഞ്ഞ സമ്മേളന കാലങ്ങളിലും കേരളത്തിൽ പലയിടങ്ങളിലും പാർട്ടി സമ്മേളന പരിപാടിയിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ടെങ്കിലും അതിനേക്കാളും അധികമുള്ള ജനക്കൂട്ടം സകല സമ്മേളനങ്ങളിലും ആർത്തലച്ചു വരുന്ന മനോഹരമായ കാഴ്ചയാണ് കേരളത്തിൽ ഉടനീളം കാണാൻ സാധിക്കുന്നത്. അതിന് PV അൻവറിനോട് ഒരു നന്ദി പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഇപ്പോൾ പലയിടത്തും കാണുന്ന കാഴ്ചകളിൽ ചിലത് ഇങ്ങനെ പറയാൻ പാടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന സഖാക്കൾ പോലും വടി കുത്തിപ്പിടിച്ച് കൊടി പൊക്കിപ്പിടിച്ച് ആരടാ ഞങ്ങളുടെ പാർട്ടിയെ വെല്ലുവിളിക്കാനെന്ന ചോദ്യവുമായി കടന്നു വരുന്ന കാഴ്ച കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് ഞാൻ ആദ്യമായി പങ്കെടുത്ത ബ്രാഞ്ച് സമ്മേളനമാണ്. പതിറ്റാണ്ടുകളുടെ തഴക്കവും പഴക്കവും ഈ പാർട്ടിയിലുള്ളവരാണ് പലരും. എൻ്റെ മുമ്പിലിരിക്കുന്നവരും പിമ്പിലിരിക്കുന്നവരും എന്ന നല്ല ബോധ്യം എനിക്കുണ്ട്. എനിക്കാകട്ടെ ഈ പാർട്ടിയിൽ വളരെ കുറഞ്ഞ കാലത്തെ പാരമ്പര്യമുള്ളൂ, 14 വർഷത്തെ പാരമ്പര്യം. 2010 ഞാൻ ഈ പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഞാൻ ഏത് പാർട്ടിയിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്ന് എൻ്റെ വേഷം കണ്ടാൽ നിങ്ങൾക്കറിയാം. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വന്നത്. പക്ഷെ ഞാൻ ഈ പാർട്ടിയിലേക്ക് വന്നപ്പോൾ പാർട്ടി എന്നെ മെമ്പർ ആക്കിയില്ല. അവരെന്നെ അനുഭാവി സഖാക്കളിൽ കൂട്ടി കാൻഡിഡേറ്റ് മെമ്പറാക്കി. പാർട്ടി എന്നോട് പറഞ്ഞു, നിങ്ങൾ വരുന്നത് കോൺഗ്രസിൽ നിന്നാണ്, അതിൻ്റെ ചില ദുശ്ശീലങ്ങളൊക്കെ ഉണ്ടാവും, അത് ഈ പാർട്ടിയിൽ പറ്റില്ല. എനിക്കാണെങ്കിൽ ഈ പാർട്ടിയിൽ ചേർന്നേ പറ്റൂ. അതുകൊണ്ട് എൻ്റെ ദുശ്ശീലങ്ങളോടൊക്കെ വിടവാങ്ങി 2010 ഞാൻ ഈ പാർട്ടിയിൽ അംഗമായി. ആദ്യത്തെ ബ്രാഞ്ച് സമ്മേളനം എൻ്റെ നാട് കൊടിയത്തൂർ അങ്ങാടിയിൽ പാർട്ടി സഖാക്കളോടും അനുഭാവികളോടുമൊപ്പം അങ്ങാടിയിൽ പ്രകടനം നടത്തി, പതാക ഉയർത്തി, രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി പാർട്ടി ഓഫീസിലേക്ക് കയറി. ബ്രാഞ്ച് സമ്മേളനമാണ്, പാർട്ടി ഓഫീസിൽ നടക്കാൻ മാത്രമുള്ള സമ്മേളനമാണ്. സമ്മേളന നടപടികൾ ആരംഭിച്ചു. സ്വാഗതം പറഞ്ഞു, അധ്യക്ഷനെ വിളിച്ചു. ആദ്യത്തെ ഇനം രക്തസാക്ഷി പ്രമേയമാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലും ലോകത്താകമാനം ഈ ചെങ്കൊടി പ്രസ്ഥാനത്തിന് വേണ്ടി പൊരുതി മരിച്ച ധീര രക്തസാക്ഷികളുടെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ വിപ്ലവാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട്
ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് രക്തസാക്ഷി പ്രമേയം അവസാനിച്ചു. അടുത്തത് അനുശോചന പ്രമേയമാണ്. അനുശോചന പ്രമേയം വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു കൺഫ്യൂഷനായി. ഞാൻ ഇരിക്കുന്നത് CPM-ന്റെ പരിപാടിയിൽ തന്നെ അല്ലേ? അങ്ങനെ ഒരു സന്ദേഹം എൻ്റെ മനസ്സിൽ ഉണ്ടാവാനുണ്ടായ കാരണം, പോയ 3 വർഷക്കാലത്തെ സമ്മേളന കാലത്ത് മരിച്ചുപോയ പാർട്ടി സഖാക്കളുടെ പേര് മാത്രമല്ല അവിടെ വായിക്കുന്നത്. രാഷ്ട്രീയ എതിരാളികളുടെ, കോൺഗ്രസിൻ്റെ, കേരള കോൺഗ്രസിൻ്റെ, ലീഗിൻ്റെ, വർഗീയ പാർട്ടികളല്ലാത്ത എല്ലാ രാഷ്ട്രീയ എതിരാളികളുടെയും നേതാക്കന്മാരുടെ പേരുകൾ, പാണക്കാട് തങ്ങളുടെ പേരടക്കം, മരിച്ചുപോയ പാണക്കാട് തങ്ങളുടെ പേരടക്കം പറയുമ്പോൾ കേരളത്തിലെ 38,000 ബ്രാഞ്ചുകളിലെ 10,000-കണക്കിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഈ പാർട്ടിയുടെ സാംസ്കാരിക പാരമ്പര്യത്തെ ഞാൻ അവിടെ തിരിച്ചറിയുകയായിരുന്നു. അങ്ങനെ അനുശോചന പ്രമേയം അവസാനിച്ചു. അടുത്തത് ഉദ്ഘാടനത്തിന് ഏരിയ കമ്മിറ്റിയുടെ പ്രതിനിധി വന്നിട്ടുണ്ട്. അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത് പക്ഷേ അമേരിക്കനാണ്. ഇപ്പം എനിക്കതിൽ പ്രത്യേകിച്ച് അത്ഭുതം തോന്നിയില്ല. കാരണം ഞാൻ മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരിക്കുമ്പോൾ ഈ സഖാക്കളുടെ പ്രസംഗത്തെ ഞങ്ങൾ പരിഹസിക്കാറുണ്ട്. വലിയ വലിയ നേതാക്കളൊക്കെ ഞങ്ങളുടെ നാട്ടിൽ വന്നാൽ അമേരിക്കയിൽ നിന്ന് തുടങ്ങും, യൂറോപ്പിലൂടെ വന്ന് മധ്യപൗരസ്ഥ ദേശത്തോടെ റഷ്യയിലൂടെ പോയി ചൈനയിലൂടെ വന്ന് ഡൽഹിയിലൂടെ കേരളത്തിലെത്തണം. സമയം കുറച്ചെടുക്കും. അപ്പം ഞങ്ങളന്ന് കളിയാക്കി പറയും, സഖാവ് കേരളത്തിലെത്തട്ടെ, അപ്പം നമുക്കൊരു ചായ കുടിച്ച് വരാം, എന്നിട്ട് പ്രസംഗം കേൾക്കാം. അതുകൊണ്ട് ബ്രാഞ്ച് സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി അമേരിക്കയിൽ നിന്ന് തുടങ്ങിയപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയില്ല. പക്ഷേ എൻ്റെ മനസ്സിലൊരു ചോദ്യമുയർന്നു. എന്തിനായിരിക്കാം ഈ ബ്രാഞ്ച് സമ്മേളനത്തിൽ അന്തർദേശീയ രാഷ്ട്രീയ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്? ആ ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടാൻ ഇത്തിരി സമയമെടുത്തു. പ്രിയപ്പെട്ടവരെ, ആകാശത്ത് നിന്ന് ഏത് നേരത്തും പെയ്തിറങ്ങാവുന്ന മഴത്തുള്ളികളെ ഭയപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ സമ്മേളന നഗരിയിലേക്ക് കടന്നു വന്നത്. അപ്പം ആകാശം തെളിഞ്ഞു. നമ്മൾ സമ്മേളനത്തിൽ ഇരിക്കുക. ഇത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകും. നമ്മുടെ കുട്ടികൾ അവിടെ കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ അച്ഛനമ്മമാർ, ബാപ്പയും ഉമ്മയും ഒക്കെ വീട്ടിൽ കാത്തിരിക്കുന്നുണ്ട്. തിരിച്ചു പോകാൻ നമുക്കൊരു വീടുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിയണം, ഈ നീലാകാശത്തിന് ചുവട്ടിൽ ഏതു നിമിഷവും ഇരച്ചു വരുന്ന ബോംബർ വിമാനങ്ങളിൽ നിന്ന് വർഷിക്കുന്ന ബോംബുകളിൽ തൻ്റെ വിരലിൽ തൂങ്ങിക്കിടക്കുന്ന കുട്ടി മരിച്ചു വീഴുന്നത് കാണേണ്ടി വന്ന, തിരിച്ചു പോകേണ്ട വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ടെന്ന് ഉറപ്പില്ലാത്ത, ആ വീട് പോലും ഇല്ലാത്ത ഒരു ജനത ലോകത്തുണ്ട്. ആ ജനതയുടെ പേര് ഫലസ്തീനികൾ എന്ന. ആ ഫലസ്തീനികൾക്ക് അനുകൂലമായി കേരളത്തിന്റെ തെരുവോരങ്ങളിൽ CPIM എന്ന പാർട്ടി ഐക്യദാർഢ്യം സംഘടിപ്പിക്കുമ്പോൾ, പ്രകടനങ്ങളും പൊതുയോഗങ്ങളും നടത്തുമ്പോൾ, നേരത്തെ ജയരാജേട്ടൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നേരെ വിരൽ ചൂണ്ടി പരിഹസിക്കുന്ന ചിലരുണ്ട്. അത് ന്യൂനപക്ഷ പ്രീണനമാണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരടവാണ്. അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ പാർട്ടിയുടെ പേര് CPIM എന്നാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. ഞങ്ങളുടെ മുന്നണിയിൽ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേര് CPI എന്നാണ്. അതിൻ്റെ പൂർണ്ണരൂപം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ്. ലോകത്ത് മറ്റൊരു CPI ഉണ്ട്. അതിൻ്റെ പൂർണ്ണരൂപം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇസ്രായേൽ എന്നാണ്. ഇസ്രായേലിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ 98% ജൂതന്മാരാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഫലസ്തീന്റെ കാര്യത്തിൽ ഒറ്റ നയമാണ്, അത് ഫലസ്തീൻ അനുകൂലമാണ്. ജയരാജേട്ടൻ ഇവിടെ പറഞ്ഞല്ലോ, 78% ക്രിസ്ത്യാനികൾ ജീവിക്കുന്ന ദക്ഷിണാഫ്രിക്കയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്, അമേരിക്കയിലുണ്ട്, യൂറോപ്പിലുണ്ട്. ലോകത്തുള്ള സകല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഫലസ്തീൻ അനുകൂലമായ നയമാണ്. അതുകൊണ്ട് കേരളത്തിൽ CPIM ഫലസ്തീൻ അനുകൂലമായി ഐക്യദാർഢ്യ പ്രകടനം നടത്തുമ്പോൾ, സമ്മേളനം നടത്തുമ്പോൾ എന്തിനു വേണ്ടിയാണ് പാർട്ടി അങ്ങനെ ചെയ്യുന്നത് എന്ന ഒരു സംശയം ഈ പാർട്ടിയിൽ ഒരു ബ്രാഞ്ച് മെമ്പർ പോലും ഉണ്ടാവില്ല. അതിന്റെ കാരണം ബ്രാഞ്ച് സമ്മേളനത്തിൽ അന്തർദേശീയ രാഷ്ട്രീയ കാര്യങ്ങൾ അവനെ പഠിപ്പിക്കുന്നുണ്ട് എന്നതാണ്. ഇപ്പോൾ 1-2 ആഴ്ചകൾക്ക് മുമ്പ് നിങ്ങൾ പത്രത്തിൽ വായിച്ചൊരു വാർത്തയുണ്ട്. ലോകത്തൊരു പക്ഷേ ഒരു 3ാം ലോകമഹായുദ്ധത്തിന് കൂടി സാധ്യതയുണ്ട്. എന്താ കാരണം? ലോകത്തിലെ ആണവശക്തിയായ റഷ്യ അതിൻ്റെ ആണവ നയം ഒന്ന് തിരുത്തി. ഉക്രൈൻ യുദ്ധത്തിൽ വേണ്ടി വന്നാൽ ആണവ നയം, അവിടെ ആണവ യുദ്ധം നടത്തേണ്ടതെങ്കിൽ നടത്തേണ്ടി വരും എന്ന് പറഞ്ഞു. നിങ്ങൾ നോക്ക്, ഒരു സുപ്രഭാതത്തിൽ റഷ്യ, പഴയ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് റഷ്യ ഇന്നില്ല, അവശേഷിക്കുന്ന റഷ്യ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലുമല്ല, അവിടെ ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവാം. ആ റഷ്യ ഒരു സുപ്രഭാതത്തിൽ ഉക്രൈനെ ആക്രമിച്ചു.
പക്ഷെ നമ്മുടെ നയം എന്താ? നമ്മുടെ പാർട്ടിയുടെ നയം നമ്മൾ റഷ്യയുടെ കൂടെയാണ്. എന്താ അതിന്റെ കാരണം? അമേരിക്കൻ സാമ്രാജ്യത്വവും യൂറോപ്യൻ യൂണിയനും ഉക്രൈനെ ആയുധപുരയാക്കി ഏത് നിമിഷവും റഷ്യ ആക്രമിച്ചേക്കാം. അതുകൊണ്ടാണ് റഷ്യ ഉക്രൈനെ ആക്രമിച്ചത്. ഞാനിപ്പോൾ ഇത് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ചങ്ങാതി വന്നിട്ട് ഇപ്പോൾ അമേരിക്കൻ റഷ്യയൊക്കെയാണല്ലോ പറയുന്നത്, ഇത് കേൾക്കാനാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഇരുന്ന്. എൻ്റെ ഭാര്യ വലിയ രാഷ്ട്രീയക്കാരിയൊന്നുമല്ല. അവൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഈ റഷ്യക്ക് അനുകൂലമായി സംസാരിക്കുന്നത്? റഷ്യ കമ്മ്യൂണിസ്റ്റ് രാജ്യമൊന്നുമല്ലല്ലോ, പഴയ കമ്മ്യൂണിസ്റ്റ് രാജ്യം. അത് നേരം വെളുക്കുമ്പോൾ ഉക്രൈനെ കയറി ആക്രമിച്ചതല്ലേ. നിങ്ങൾ എന്തിനാണ് ഈ റഷ്യക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രസംഗമൊക്കെ നടത്തിയിട്ട് പല സ്ഥലത്തും പോകുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? അപ്പം ഞാൻ അവളോട് പറഞ്ഞു, അമേരിക്കൻ സാമ്രാജ്യത്വവും യൂറോപ്യൻ യൂണിയനും. അവിടെ എത്തിയപ്പോൾ അവൾ പറഞ്ഞു, ഇനി മേലിൽ ആ വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലത്തെ ചായ കിട്ടൂല, നിങ്ങൾ അനങ്ങിയാൽ പറയും അമേരിക്കൻ സാമ്രാജ്യത്വവും യൂറോപ്യൻ യൂണിയൻ. അന്ന് രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് ഞാനൊരു വെട്ടുകത്തി എടുത്തിട്ട് തലയിണയുടെ ചുവട്ടിൽ വെച്ചു. ഞാൻ ഉറങ്ങാൻ വേണ്ടി ലൈറ്റ് കൊടുത്തു, ഭാര്യ ലൈറ്റ് ഇട്ടു. ഞാൻ ലൈറ്റ് കൊടുത്തു, ഭാര്യ ലൈറ്റ് ഇട്ടു. അപ്പം ഞാൻ ചോദിച്ചു, അല്ല ഉറങ്ങണ്ടേ? അപ്പം അവൾ പറഞ്ഞു, ഉറക്കം വരുന്നില്ല. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ആ തലയിണയുടെ ചുവട്ടിലെ വെട്ടുകത്തിയാണ് പ്രശ്നം. ഞാൻ പറഞ്ഞു, അതാണ് ഉക്രൈൻ, റഷ്യക്ക് ഉറക്കം വരില്ല. ഇപ്പം മനസ്സിലായോ റഷ്യ എന്തിനാണ് ഉക്രൈനെ ആക്രമിച്ചത്? അന്തരട്ട കാര്യങ്ങൾ നമ്മുടെ വീടിനകത്ത് ചർച്ച ചെയ്യപ്പെടണം. ബംഗ്ലാദേശിന്റെ കാര്യം ഇപ്പൊ ഇവിടെ ജയരാജേട്ടൻ പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇവിടെ മാത്രമല്ലല്ലോ, അങ്ങാടിയിലും ഇതിന്റെ മൈക്ക് ഉണ്ട്, സെറ്റ് ഉണ്ട്. ഞാൻ പോരുമ്പം കേട്ടു. അവിടെ മൗദൂദികൾ ഉണ്ടോ ഈ നാട്ടിൽ നിന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഉണ്ടെങ്കിൽ അവരൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ജമാഅത്തുകാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞങ്ങൾ ഭീകരവാദികളാണ്, തീവ്രവാദികളാണെന്നൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ പ്രസംഗിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ ആരെയും കൊന്നിട്ടുണ്ടോ എന്ന്. ഈ കേരളത്തിലെ മുസ്ലിങ്ങളിൽ 5% പോലും ജമാഅത്ത് ഇസ്ലാം ഇല്ല. അതുകൊണ്ടാ. എന്നാ ബംഗ്ലാദേശിൽ നോക്ക്, ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ കൊന്നത് RSS പറയുന്നത് ഇന്ത്യയെ ഒരു ഹിന്ദു രാജ്യമാക്കുന്ന. ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് ഹുക്കൂമത്തയിലായി ഇന്ത്യയെ ഞങ്ങൾ മതരാജ്യമാക്കുന്ന. ഓലോട് അതിന് കൂട്ടിയാൽ കൂടില്ല നമുക്കറിയാം. പക്ഷെ അവർക്ക് കൂട്ടിയാൽ കൂടുന്ന ഒരു നാടുണ്ട്, ബംഗ്ലാദേശ്. മതത്തിന്റെ പേരിൽ ഇന്ത്യയിൽ നിന്ന് വിഭജിച്ചു പോയി രാജ്യമുണ്ടാക്കിയവർ പാകിസ്ഥാനികൾ. മതത്തിന്റെ പേരിൽ ഒരു രാജ്യം നിലനിൽക്കുമെങ്കിൽ പാകിസ്ഥാൻ എങ്ങനെ രണ്ടായി? മുജീബ് റഹ്മാന്റെ അവാമി ലീഗ് ബംഗ്ലാദേശിൽ ജയിച്ചു തെരഞ്ഞെടുപ്പിൽ. പടിഞ്ഞാറൻ പാകിസ്ഥാൻകാർ അനുവദിച്ചില്ല. അവർ പറഞ്ഞു ജനാധിപത്യം അംഗീകരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് മുജീബ് റഹ്മാന്റെ വിജയത്തെ അംഗീകരിക്കാൻ പറ്റില്ല. അടിച്ചമർത്താൻ പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് പട്ടാളക്കാർ വന്നു. പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ വന്ന പട്ടാളക്കാർക്ക് കിഴക്കൻ പാകിസ്ഥാനിലെ അവാമി ലീഗുകാരനെ മനസ്സിലാവുമോ? നിങ്ങളുടെ ഈ അങ്ങാടിയിലെ കോൺഗ്രസ് ഏതാ ലീഗ് ഏതാന്ന് എനിക്ക് മനസ്സിലാവുമോ? ഇവിടുത്തെ ഒരു സഖാവ് വന്നിട്ട് ചൂണ്ടിക്കാണിച്ചു ഇത് ലീഗ് ഇത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. എന്നതുപോലെ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരുടെ പണി എന്താണ്? അവിടെ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട മുജീബ് റഹ്മാനെ അട്ടിമറിക്കാൻ വന്ന പടിഞ്ഞാറൻ പാകിസ്ഥാന്റെ പട്ടാളക്കാർക്ക് അവാമി ലീഗിന്റെ പ്രവർത്തകരെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അവരെ പാകിസ്ഥാൻ പട്ടാളക്കാർ വെടിവെച്ചു വന്നു. അവന്റെ വീട്ടിലേക്ക് പോയി അവന്റെ കുടുംബത്തെ കൂട്ടമാനഭംഗം ചെയ്തു. മുസ്ലിങ്ങളെ മാനഭംഗം ചെയ്തു. എങ്ങനെയുണ്ട് മതത്തിന്റെ രാജ്യം? മുസ്ലിമിനെ വെടിവെച്ചു വന്നു. പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവ് മുജീബ് റഹ്മാനെ വെടിവെച്ചു വന്നത് ജമാഅത്തിന്റെ തത്വസംഹിതക്കാർ. ആ നാടിന്റെ രാഷ്ട്രപിതാവിനെ കൊന്നവർ ജമാഅത്ത്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ കൊന്നവർ RSS. രണ്ടും വർഗീയവാദികൾ, രണ്ടും മതരാഷ്ട്രവാദികൾ. നാഥുറാം വിനായക് ഗോഡ്സെ ഇന്ത്യയിൽ തൂക്കിക്കൊന്നു. പാകിസ്ഥാനിൽ ഒരുപാട് ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർമാരെ എന്തിനു തൂക്കിക്കൊന്നു? നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് മറുപടി പറ. ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമി മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ പാവങ്ങളാണ് എന്ന് പറഞ്ഞു നടക്കുന്നവർ എന്താണ് യഥാർത്ഥ മുഖം, അവർക്ക് ശക്തിയുള്ളവിടുത്ത് അവരെന്ത് ചെയ്യുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറഞ്ഞത്. ഞാൻ ചുരുക്കുക. അങ്ങനെ ഈ ഏരിയ കമ്മിറ്റി അംഗം അന്തർദേശീയ കാര്യങ്ങളും മറ്റുമൊക്കെ പറഞ്ഞു ഒരുപാടുണ്ട്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അത് കഴിഞ്ഞ് ഇന്ത്യൻ രാഷ്ട്രീയം പറഞ്ഞു, കേരള രാഷ്ട്രീയം പറഞ്ഞു, ജില്ലയിലെ രാഷ്ട്രീയം പറഞ്ഞു, ഏരിയയിലെ രാഷ്ട്രീയം പറഞ്ഞു, ലോക്കലിലെ രാഷ്ട്രീയമൊക്കെ പറഞ്ഞ് ഉദ്ഘാടനം ചെയ്ത് ഏരിയ സെക്രട്ടറി പ്രസംഗം അവസാനിപ്പിച്ചു. ഉദ്ഘാടനം ചെയ്തു. അടുത്തത് ബ്രാഞ്ച് സെക്രട്ടറിയുടെ റിപ്പോർട്ട് അവതരണം. പോയ 3 കാലത്തെ പ്രവർത്തനത്തെക്കുറിച്ച് അയാൾ റിപ്പോർട്ടിൽ പറഞ്ഞു. അതിന്റെ പോരായ്മകൾ പറഞ്ഞു. അതിൽ പങ്കെടുക്കാത്ത സഖാക്കളെ കുറിച്ച് പറഞ്ഞു. ആചരണനില പറഞ്ഞു. അങ്ങനെ ആ ബ്രാഞ്ചിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതും അവസാനിച്ചു. അടുത്ത വിഷയം, അടുത്തത് അജണ്ടയിൽ ചർച്ചയാണ്. ഈ കാര്യങ്ങളെക്കുറിച്ച്, ഇവിടെ നടന്ന പ്രസംഗത്തെക്കുറിച്ച്, റിപ്പോർട്ടിനെ കുറിച്ചുള്ള ചർച്ചയാണ്. ചർച്ച ആരംഭിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഭയം ഉരുണ്ടുകൂടാൻ തുടങ്ങി. എന്താ കാരണം എന്നറിയാം? അതുവരെ പൂച്ചകളെ പോലെ പതുങ്ങിയിരുന്ന പാർട്ടി മെമ്പർമാര് ഈറ്റപ്പുലികളെ പോലെ ചാടിയണീക്കാൻ തുടങ്ങി. എന്നിട്ട് ഏരിയ സെക്രട്ടറിയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട്, സ്റ്റേജിലിരിക്കുന്ന ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട്, ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ചീറ്റപ്പുലികളെ പോലെ വിമർശനം നടത്തുക. ഞാനപ്പം അങ്ങനെ ആലോചിച്ചു, ഞാൻ നേരത്തെ പ്രവർത്തിച്ചിരുന്ന പാർട്ടിയിലാണ് ഈ സംഭവമെങ്കിൽ ആംബുലൻസ് എപ്പോൾ വന്നു, പോലീസ് എപ്പോൾ വന്നു ചോദിച്ചാൽ മതി. ഇവിടെ ഒരു കുഴപ്പമില്ല. കാരണം എന്താ, പറയുന്നവന് നല്ല ബോധ്യമുണ്ട്. എതിരാളിയുടെ നേരെ വിരൽ ചൂണ്ടി വിമർശിക്കുമ്പോൾ
3 വിരലുകൾ തന്റെ നേരെയാണ്. കഴിഞ്ഞ 3 വർഷക്കാലത്തെ തന്റെ പാർട്ടി പ്രവർത്തനത്തിലുള്ള മോശമായ കാര്യം, ഇടപെടലുകളില്ലാത്തത്. അങ്ങനെയാ പാർട്ടി വിമർശനം ഉണ്ടാവും, സ്വയം വിമർശനം ഉണ്ടാവും. അപ്പൊ ബ്രാഞ്ച് സമ്മേളനത്തിൽ ഇങ്ങനെ വിമർശനം കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു, ബ്രാഞ്ച് സമ്മേളനത്തിൽ ഇങ്ങനെയാണെങ്കിൽ ലോക്കൽ സമ്മേളനത്തിൽ എങ്ങനെ ഉണ്ടാവും? ലോക്കൽ സമ്മേളനം കഴിഞ്ഞാൽ ഏരിയ സമ്മേളനത്തിൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ പോകുമ്പോൾ ജില്ലാ സമ്മേളനത്തിൽ എന്തായിരിക്കും സ്ഥിതി? അങ്ങനെ പോകുമ്പോൾ സംസ്ഥാന സമ്മേളനത്തിൽ എന്തായിരിക്കും സ്ഥിതി? ഞാൻ ബ്രാഞ്ചിലേക്ക് വരുമ്പോൾ ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ പേര് സഖാവ് പിണറായി വിജയൻ. അന്ന് ഞാൻ മനസ്സിലാക്കി, പിണറായി വിജയന്റെ മുഖത്ത് നോക്കിയും പറയാനുള്ളത് പറയുന്നവരുടെ പാർട്ടിയാണ് CPIM എന്ന തിരിച്ചറിവ് എനിക്കുണ്ടായി. ഇപ്പൊ ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ പേര് ഗോവിന്ദമാഷ്. ഗോവിന്ദമാഷിയുടെ നേരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ നേരെ പറയാനുള്ളത് ഇപ്പോഴും പറയുന്നവരാണ് ഈ പാർട്ടിയുടെ സഖാക്കൾ. അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അല്ലാതെ മുമ്പിലെ തമ്പ്രാൻ പറയും പോലെ അങ്ങനെ തന്നെ സിന്ധിരിവ എന്ന് പറയുന്നവരുടെ പാർട്ടിയല്ല CPM. ഏരിയ സമ്മേളനത്തിലേക്ക് കടന്നിട്ടുള്ളൂ. ഇനി ജില്ലാ സമ്മേളനത്തിലേക്ക് കടന്നാൽ നിങ്ങൾ നോക്കിക്കോ, മലപ്പുറം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദമാഷിക്കെതിരെ ആഞ്ഞടിച്ചു. കണ്ണൂർ ജില്ലയിൽ മുഖ്യമന്ത്രിയുടെ ഭരണത്തിന് നെറികേടിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചു. എല്ലാ ജില്ലയിലും ആഞ്ഞടിക്കും, നിങ്ങൾ ബേജാറാണ്ട. ഇത് ഈ പാർട്ടിന്റെ സമ്മേളനത്തിൽ നടക്കുന്ന അതൊരു മഹാസംഭവമാക്കിയിട്ട് പറയാൻ ഈ നാട്ടിലെ മാപ്രകളെ നിങ്ങൾ മെനക്കെടണ്ട. അത് ഈ പാർട്ടിയുടെ സംവിധാനമാണ്. ഞങ്ങൾ വിമർശിക്കും, ഞങ്ങൾ പറയാനുള്ളത് പറയും, തിരുത്താനുള്ളത് തിരുത്തും. അതായി പാർട്ടി. അങ്ങനെയാ സമ്മേളനം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞാൽ ഈ ചർച്ചക്കുള്ള മറുപടിയും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഇനെന്താണ്? ബ്രാഞ്ച് സെക്രട്ടറിയെ തെരഞ്ഞെടുക്കൽ. അടിവരയിട്ട് കേട്ടോ, നിർദ്ദേശിക്കലല്ല, തെരഞ്ഞെടുക്കൽ. ഒരാള് ബ്രാഞ്ച് സെക്രട്ടറിയുടെ പേര് പറഞ്ഞു, വേറൊരാൾ നിർദ്ദേശിച്ചു. അപ്പൊ ഞാൻ ഈ കോൺഗ്രസ് നിന്ന് വന്നതാണല്ലോ, അപ്പൊ അതിന്റെ ഒരു അസ്കിത എന്റെ ഇതിൽ ഉള്ളിലുണ്ട്. അപ്പൊ എനിക്ക് ബ്രാഞ്ച് സെക്രട്ടറി ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാനിങ്ങനെ അന്വേഷിച്ച് പഠിച്ചു നോക്കുമ്പോൾ എനിക്ക് വേണമെങ്കിൽ എൻ്റെ പേര് പറയാം, പക്ഷേ വേറൊരാൾ പിന്താങ്ങണം. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഞാൻ പങ്കെടുത്ത ഒരു ബ്രാഞ്ച് സമ്മേളനത്തിൽ 4 ആളുടെ പേര് 4 ആൾ പറഞ്ഞു, 4 ആൾ പിന്താങ്ങി. കുഴങ്ങിയില്ലേ? ഒരു സെക്രട്ടറിനെ പറ്റുള്ളൂ. കടലാസൊക്കെ എടുത്ത് കീറി മുറിക്കാൻ തുടങ്ങി. കാരണം തെരഞ്ഞെടുപ്പ് നിർബന്ധം 4 ആൾ. പക്ഷെ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ മത്സരിക്കുന്ന 4 പേരോടും മേൽ കമ്മിറ്റി സഖാക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ സ്വയം പിന്മാറുന്നുണ്ടോ? 4 ആളും പിന്മാറി. കുടുങ്ങിയില്ലേ? സെക്രട്ടറി വേണ്ടേ? 4 ആളും പിന്മാറി. അപ്പൊ എന്താ അടുത്ത നടപടി? അവിടെ വന്നിട്ടുള്ള ഏരിയ പ്രതിനിധിയും ലോക്കൽ പ്രതിനിധിയും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും നിലവിലുള്ള ബ്രാഞ്ച് സെക്രട്ടറിയും കൂടിയിരുന്ന് ആലോചിച്ചിട്ട് ഇതിൽ നിന്നൊരാളെ ബ്രാഞ്ച് സെക്രട്ടറിയായി തീരുമാനിക്കും. തീരുമാനിച്ചാൽ പോരാ, ആ കമ്മിറ്റിയുടെ അംഗീകാരം വേണം. ആ കമ്മിറ്റിയുടെ അംഗീകാരം കഴിഞ്ഞാൽ ബ്രാഞ്ച് സെക്രട്ടറിയായി. ഇതാണ് സംവിധാനം എല്ലാത്തിലും. ആ ബ്രാഞ്ച് സെക്രട്ടറിയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അയാൾ അടുത്ത 3 വർഷത്തേക്കുള്ള പ്രവർത്തന പദ്ധതിയുടെ ഒരു രൂപരേഖ കൊടുക്കും. ദേശാഭിമാനി വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യത്തെക്കുറിച്ച് പറയും. അത് കഴിഞ്ഞാൽ അടിമകളല്ലേ നീ നാം അടിമകളെ അന്തർദേശീയ ഗാനം പാടി തൊണ്ട പൊട്ടുമാറുച്ചത്തിൽ ഇൻകുലാബ് വിളിച്ച് രക്തസാക്ഷികൾക്ക് അഭിവാദ്യം അർപ്പിച്ച് ആ സമ്മേളനം അവസാനിക്കും. അങ്ങനെയാണ് ബ്രാഞ്ച് സമ്മേളനം, അങ്ങനെയാണ് ലോക്കൽ സമ്മേളനം, അങ്ങനെയാണ് ഏരിയ സമ്മേളനം, അങ്ങനെയാണ് ജില്ലാ സമ്മേളനം, അങ്ങനെയാണ് സംസ്ഥാന സമ്മേളനം, അങ്ങനെയാണ് മധുരയിൽ വെച്ച് 23ാം പാർട്ടി കോൺഗ്രസും സമാപിക്കുന്നതോടുകൂടി ഈ പാർട്ടിയുടെ സമ്മേളനത്തിന്റെ വസന്തകാലം അവസാനിക്കും. 3 വർഷം ഇതിനനുസരിച്ച് പ്രവർത്തിക്കും, ഇല്ലേ? പക്ഷെ ഞാൻ ഈ ബ്രാഞ്ച് യോഗങ്ങളിലും ബ്രാഞ്ച് സമ്മേളനങ്ങളിലും പങ്കെടുത്തപ്പോൾ കണ്ട ഒരു വ്യത്യാസം, ബ്രാഞ്ച് യോഗങ്ങളിൽ മിനിറ്റ്സ് എഴുതും. ബ്രാഞ്ച് യോഗത്തിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ മിനിറ്റ്സിൽ എഴുതുമല്ലോ. എന്നാൽ ബ്രാഞ്ച് സമ്മേളനത്തിലുള്ള ഒരു വ്യത്യാസം എന്താണ്? ആ മിനിറ്റ്സിന്റെ അടിയിൽ ഒരു കാർബൺ കോപ്പി വെക്കും, അതിന്റെ അടിയിൽ വെള്ള പേപ്പർ വെക്കും. എന്തിനാണ്? അത് മേലോട്ട് അയക്കാൻ. ഇവിടെ എന്തൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ സഖാക്കൾ സംസാരിച്ചിട്ടുണ്ടോ, തുമ്മിയതും കുറച്ചതും ഒന്നും ഉണ്ടാവില്ല, ബാക്കിയൊക്കെ അതിലുണ്ടാവും ആ കടലാസിൽ. അത് മേലോട്ട് പോകും. അപ്പൊ ചിലർക്ക് സംശയം, ഇതൊക്കെ മേലോട്ട് പോവും. എന്തേ നിങ്ങൾക്ക് സംശയം? ഇപ്പൊ നമ്മുടെ പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. വർഷവും പിന്നെ ജയരാജൻ സഖാവൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് ഒന്നും കടക്കുന്നില്ല. ആ തെരഞ്ഞെടുപ്പില് നമ്മൾ പരാജയപ്പെട്ടു. ഇവിടെ രാഷ്ട്രീയ എതിരാളികൾ എന്താ പ്രചരിപ്പിച്ചത്? ഹർഷോ പറഞ്ഞല്ലോ. ഹർഷോ പറഞ്ഞതിനെ ഞാനൊന്ന് തിരുത്തുകയാണ്. ഹർഷോ പറഞ്ഞു ഇടതുപക്ഷം അവസാനിച്ചു. ഇടതുപക്ഷം അവസാനിച്ചു എന്നല്ല പറഞ്ഞത്, CPM അവസാനിച്ചു. ഇനി CPM ഉണർന്നെണീക്കുന്ന പരിപാടിയില്ല, ഇന്ത്യയിൽ അവസാനിച്ചു. ഈ വിമർശനം ഉന്നയിക്കുന്നവർക്കറിയോ, അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ നമുക്ക് എത്ര സീറ്റായിരുന്നു സഖാവ്? വട്ടപൂജ്യം, അല്ലേ? ഇന്ത്യയിലാകെ കോൺഗ്രസ് വിരുദ്ധ വികാരം ഉണ്ടായി. പക്ഷേ ഈ കേരളത്തിൽ കോൺഗ്രസ് ജയിച്ചു. CPM-ന് വട്ടപൂജ്യം. 1 സീറ്റ്, 2 സീറ്റ്, 3 സീറ്റ്, 4 സീറ്റ്, 5 സീറ്റ്, 6 സീറ്റ് വരെയൊക്കെ അല്ലേ നമുക്ക് സാധാരണ കിട്ടുക. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2004 തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് കേരളത്തിൽ 18 സീറ്റ് കിട്ടിയത്, അല്ലേ? അന്ന് ഈ മണ്ഡലം, ഈ സ്ഥലം മഞ്ചേരി പാർലമെന്റാണ്.
മഞ്ചേരി പാർലമെന്റിലാണ് അംസാക്ക മത്സരിച്ച് ജയിച്ച തെരഞ്ഞെടുപ്പ്. അംസാക്ക മത്സരിച്ചപ്പോൾ എല്ലാവരും ചോദിച്ചു അംസാക്കിനോട്, അംസാക്കെ മഞ്ചേരി ഞങ്ങൾ മത്സരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ ഉരുക്കുകോട്ടയിൽ വല്ല കാര്യമുണ്ടോ? അംസാക്ക പറഞ്ഞ മറുപടി എന്താ അറിയോ? കുട്ടികളെ, കരിമ്പാറയിലാ കിണർ കുത്തുന്നത്, വെള്ളം കണ്ടാ പറ്റൂല. മഞ്ചേരിയിലെ മുസ്ലിം ലീഗിന്റെ കരിമ്പാറയിൽ കിണർ കുത്തി വെള്ളം കണ്ട് സഖാബ് TK ഹംസ ഇന്ത്യൻ പാർലമെന്റിലേക്ക് കടന്നുപോയി. 18 എംപിമാർ. ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന് 64 എംപിമാർ. നമ്മൾ തീരുമാനിക്കണം ഇന്ത്യ ആര് ഭരിക്കണമെന്ന്. നമ്മൾ ആർക്ക് വേണ്ടിയാ കൈപൊക്കിയത്? കേരളത്തിൽ, ത്രിപുരയിൽ, ബംഗാളിൽ ഏത് കോൺഗ്രസിനെ തോൽപ്പിച്ചാണോ ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 64 എംപിമാർ എത്തിയിട്ടുള്ളത്, ആ 64 എംപിമാരും ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷം ആർക്ക് വേണ്ടി കൈപൊക്കി? കോൺഗ്രസിന് വേണ്ടി. എന്തുകൊണ്ട്? BJP അധികാരത്തിൽ വരാതിരിക്കാൻ. അന്ന് ഈ കേരളത്തിൽ UDF-ന് ഒറ്റ MP ഉള്ളത്, മുസ്ലിം ലീഗിന്റെ അഹമ്മദ്. അയാൾ കേന്ദ്രമന്ത്രി. അതായത് ഒരു MP-ക്ക് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം. നമുക്ക് നേരെ വെച്ച് നീട്ടിയത് എന്താണ്? ഉപപ്രധാനമന്ത്രി സ്ഥാനം, 18 മന്ത്രി സ്ഥാനം. എന്താ നമ്മൾ തീരുമാനിച്ചത്? ഞങ്ങൾ അധികാരത്തിലേക്കില്ല, പക്ഷെ ഞങ്ങൾക്ക് ചില മിനിമം ഡിമാൻഡുകളുണ്ട്, അംഗീകരിക്കണം. ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കണം, നടപ്പിലാക്കി. വിവരാവകാശ നിയമം നടപ്പിലാക്കണം, നടപ്പിലാക്കി. വനാവകാശ നിയമം നടപ്പിലാക്കണം, നടപ്പിലാക്കി. ഇല്ലേ? അങ്ങനെ ഈ കേരളത്തിൽ പിന്നെ ഗവൺമെന്റ് ഉണ്ടായത്. ഞാൻ അതിന്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ, ഇപ്പോ ഈ 2024 തെരഞ്ഞെടുപ്പിൽ നമുക്ക് പരാജയം ഉണ്ടായപ്പോ പാർട്ടി അതിനെക്കുറിച്ച് ചർച്ച ചെയ്തില്ലേ? പോളിറ്റ് ബ്യൂറോ വളരെ ഗൗരവത്തോടു കൂടി കാര്യങ്ങളെ കണ്ടു. അവർ സംസ്ഥാന കമ്മിറ്റിയോട് പറഞ്ഞു, നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കണം, റിപ്പോർട്ട് സമർപ്പിക്കണം. സംസ്ഥാന കമ്മിറ്റി പഠനം നടത്തി, വിശദ ചർച്ചയ്ക്ക് താഴോട്ട് ജില്ലാ കമ്മിറ്റിയിലേക്ക് വിട്ടു. ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്ത് ഏരിയ കമ്മിറ്റിയിലേക്ക് വിട്ടു. ഏരിയ കമ്മിറ്റി ചർച്ച ചെയ്ത് ലോക്കൽ കമ്മിറ്റിയിലേക്ക് വിട്ടു. ലോക്കലിൽ ചർച്ച ചെയ്ത് ബ്രാഞ്ചിലേക്ക് വിട്ടു. അവിടെ അവസാനിപ്പിച്ചോ? നമ്മൾ കുടുംബയോഗങ്ങൾ വിളിച്ചില്ലേ? അനുഭാവി യോഗങ്ങൾ വിളിച്ചില്ലേ? ആ യോഗങ്ങളിൽ പങ്കെടുത്ത പാർട്ടി മെമ്പർമാരോട്, അനുഭാവികളോട് അവരോട് ചോദിച്ചു, ഈ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ള എന്താണ്? ബദൽ നിർദ്ദേശം നിങ്ങൾക്ക് വെക്കാനുള്ള എന്താണ്? പല കാരണങ്ങളിൽ, ചില കാരണങ്ങളിൽപ്പെട്ട ഒരു കാരണം എന്താണ് ഇവിടെ പറഞ്ഞു. ഞാൻ ആവർത്തിക്കുന്നില്ല, ആവർത്തന വിരസതയിലേക്ക് കിടക്കില്ല, സൂചന മാത്രം. എന്താ ഒരു കാരണം? പെൻഷൻ മുടങ്ങി. പെൻഷൻ മുടങ്ങി. എന്തുകൊണ്ടാ പെൻഷൻ മുടങ്ങിയത്? കേന്ദ്രം നമ്മുടെ കഴുത്ത് ഞെരിച്ചു. നവകേരള സദസ്സ് നടത്തി കേരളം ആകെ നമ്മൾ നടന്നു പറഞ്ഞു. അങ്ങ് ഡൽഹിയിൽ നമ്മൾ സമരം നടത്തി. കേരളത്തിന്റെ മുഖ്യമന്ത്രി മാത്രമല്ല, ഡൽഹിയുടെ മുഖ്യമന്ത്രി, പഞ്ചാബിന്റെ മുഖ്യമന്ത്രി, തമിഴ്നാട്ടിലെ മന്ത്രിമാർ, ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ MLA-മാർ, MP-മാർ, പ്രതിനിധികൾ, കോൺഗ്രസും ലീഗും BJP വെച്ച് സകല മനുഷ്യരും നമുക്ക് അനുഭവം പ്രകടിപ്പിച്ച് അവിടെ പ്രകടനം നടത്തി. കേരളം ആകെ നമ്മൾ നടന്നു പറഞ്ഞു, കേന്ദ്രം പൈസ തരുന്നില്ല, നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട്. ഇതൊക്കെ പെൻഷൻ വാങ്ങുന്ന 60 കഴിഞ്ഞ വാർദ്ധക്യങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവും. അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്താ കാരണം? എത്രയാ പെൻഷൻ? 1600. ഒരു വീട്ടിൽ 2 വാർദ്ധക്യങ്ങളുണ്ടെങ്കിൽ 3200 എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 100 രൂപയിലധികം കിട്ടുകയാണ്. മാവേലി സ്റ്റോറിൽ വില കുറഞ്ഞ സാധനം കിട്ടുമ്പോൾ 100 രൂപ കൊണ്ട് ഒരു കുടുംബത്തിന് സുഖമായി ജീവിക്കാൻ കഴിയും. അതിനാ പ്രയാസം ഉണ്ടായിട്ടുള്ളത്. അവരോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നിങ്ങൾ നോക്ക്, ജയരാജൻ സഖാവ് പറഞ്ഞല്ലോ, 60 ലക്ഷത്തിലധികം ആളുകൾക്ക് ഇന്ന് പെൻഷൻ കൊടുക്കുന്നുണ്ട് കേരളത്തിൽ. അതിൽ 5 ലക്ഷത്തിനടുത്തുള്ള ആളുകൾക്ക് കേന്ദ്രത്തിന്റെ ഒരു വിഹിതമുണ്ട്. എത്രയാണ്? 200 രൂപ. 80 വയസ്സ് കഴിഞ്ഞ വാർദ്ധക്യങ്ങൾക്ക് ഈ 5 ലക്ഷത്തിനടുത്തുള്ളവർക്ക് 300 രൂപയുണ്ട്. നമ്മൾ പെൻഷൻ കൊടുക്കുമ്പോ കേന്ദ്രം 200 തന്നിട്ടില്ല, അതുകൊണ്ട് 1400 പിടി, ബാക്കി പിന്നെ തരാന്ന് പറഞ്ഞോ? കേന്ദ്രം 300 തന്നിട്ടില്ല, അതുകൊണ്ട് 1300 തരാ, ബാക്കി പിന്നെ തരാന്ന് നമ്മൾ പറഞ്ഞോ? പറഞ്ഞില്ല. നമ്മളെ ഗീശയെന്ന് എടുത്തു കൊടുത്തു. നമ്മളെ ഗീശയെന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഖജനാവിന്ന് എടുത്തു കൊടുത്തു. 2.25 കൊല്ലത്തെ കടം ബാക്കിയുണ്ട് കേന്ദ്രം തരാൻ. 292 കോടി രൂപ അത് മാത്രമുണ്ട്. ഇതൊന്നും ജനങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവൂല, അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇവിടെ പെൻഷൻ തുടങ്ങിയ കാര്യമൊക്കെ പറഞ്ഞു. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും കിടക്കുന്നില്ല. ഈ കേരളത്തിൽ ആദ്യമായി പെൻഷൻ തുടങ്ങിയത് സഖാവ് നായനാർ 80-ൽ. അതിനൊരു കാരണമുണ്ട്. എന്താ കാരണം? കയ്യൂരിന്റെ, കരിവള്ളൂരിന്റെ ധീരനായ വിപ്ലവ നായകന്റെ പേരാണ് സഖാവ് പിണറായി. ആ സമരത്തിൽ പങ്കെടുത്ത ഒരുപാട് സഖാക്കളെ പിടിച്ചുകൊണ്ടുപോയി പോലീസ് ക്രൂരമായി മർദ്ദിച്ചു. ചിലരെ തൂക്കിലേറ്റി. നായനാരെ പിടിച്ചാൽ തൂക്കിക്കൊല്ലുമെന്ന് ഉറപ്പ്. പാർട്ടി പറഞ്ഞു ഒളിവി പോണം. നായനാരെ ഒളിവി ജീവിച്ചത് എവിടെയാ? കർഷക തൊഴിലാളിന്റെ വീട്ടില്. അവൻ കഞ്ഞി ഉണ്ടാക്കിയിട്ട് ബെറ്റൂറ്റി ചോറാക്കി നായനാർക്ക് കൊടുത്ത് കഞ്ഞിവെള്ളം കുടിച്ച് മുണ്ട് മുറുക്കിയെടുത്ത് നായനാരെ സംരക്ഷിച്ചവൻ കർഷക തൊഴിലാളി. നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോ ഈ കർഷക തൊഴിലാളിന്റെ അടുത്തേക്ക് പോയി നേരെ തോളിൽ കൈയിട്ടുകൊണ്ട് ചക്കിയോടും കാളിയോടും കൊറ്റിയോടും ഒക്കെ ചോദിച്ചു, എങ്ങനെയുണ്ട് വിശേഷമൊക്കെ? ഉഷാറല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ആത്മാഭിമാനം തെല്ലും ചോരാതെ അവർ പറഞ്ഞു, സഖാവേ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു പ്രശ്നമുണ്ട്, 60 വയസ്സ് കഴിഞ്ഞു, പഴയതുപോലെ അധ്വാനിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയാണ് ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ 60 വയസ്സ് കഴിഞ്ഞ സകല കർഷക തൊഴിലാളിക്കും പെൻഷൻ ഏർപ്പെടുത്തി. 45 റുപ്യ അല്ലേ അന്നത്തെ പെൻഷൻ? അന്ന് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തിനാ ഈ കർഷക തൊഴിലാളിക്ക് കള്ളുടിക്കാൻ 45 റുപ്യ കൊടുക്കുന്നത്? അന്ന് ഞാൻ കോൺഗ്രസ്സാ, അതുകൊണ്ടാ ചോദിച്ചു. മനസ്സിലായി?
പിന്നീട് വന്ന ഒരു കാര്യം സാന്ദർഭികമായിട്ട് ഈ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയാ ജമാഅത്ത് ഇസ്ലാമിക്കാരനും. എന്താ കാരണം എന്നറിയോ? ഈ ലോകത്താദ്യമായി പെൻഷൻ കൊണ്ടുവന്നത് നായനാരല്ല. ലോകത്താദ്യമായി പെൻഷൻ കൊണ്ടുവന്നത് രണ്ടാം ഖലീഫ ഉമർ ഖത്താബ്. ഞാൻ ആ ഖലീഫ എന്ന് പറയാനുള്ള കാരണം എന്താ? ഞങ്ങൾ ഖലീഫമാർക്ക് എതിരാന്ന് പറഞ്ഞ് ജമാഅത്ത് ഇസ്ലാമിക്കാരൻ നടക്കുന്നുണ്ട്. ഓന്റെ ഖലീഫ വേറെയാണ്. ഓന്റെ ഖലീഫ ഹുക്കൂമത്തെ ഇലാഹിന്റെ ഖലീഫയാണ്. ആ ഖലീഫയുടെ ഭരണം ഇവിടെ വരണം, ഇവിടെ നമ്മുടെ നാട്ടില്. എന്നിട്ട് ആ ഖലീഫയുടെ രാജാവും ആ ഖലീഫ ഭരിക്കണം. ആ ഖലീഫ ഭരിച്ചാലേ ഇസ്ലാമിക ജീവിതചര്യകൾ പൂർത്തിയാവൂ. ഒരു മുസൽമാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആചാര വിശ്വാസ പ്രകാരം 5 നേരം നമസ്കരിക്കണമെങ്കിൽ ഖലീഫ ഇമാമ് നിൽക്കണം, അല്ലെങ്കിൽ ഖലീഫ നിയമിച്ച ഗവർണർ ഇമാം നിൽക്കണം, അല്ലെങ്കിൽ ഗവർണർ നിയമിച്ച ഉദ്യോഗസ്ഥൻ ഇമാം നിൽക്കണം. ആ ഖലീഫയാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പറയുന്ന ഖലീഫയെങ്കിൽ മനസ്സിലാക്കിക്കോ, 1000 തെരഞ്ഞെടുപ്പുകളിൽ തോറ്റുപോയാലും CPM ആ ഖലീഫ ഭരണത്തിനെതിരാണ്. ഞങ്ങൾ അതിന്റെ കൂടെ ഇല്ല. എന്താ കാരണം? RSSന്റെ മതരാഷ്ട്രവാദത്തെ ഇഞ്ചോടിഞ്ച് എതിർക്കുന്ന പാർട്ടിയാണ് CPM. അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ ഖലീഫ ഭരണത്തിന് ഞങ്ങൾ എതിരാണ്. പക്ഷേ നിങ്ങൾ നോക്ക്, ഈ ലോകത്താദ്യമായി പെൻഷൻ ഏർപ്പെടുത്തിയത് രണ്ടാം ഖലീഫ ഉമർ ഖത്താബ്. എന്താ അന്നത്തെ പെൻഷൻ? 2 വയസ്സ് കഴിഞ്ഞ മുലകുടി മാറിയ കുട്ടികൾക്ക് പെൻഷൻ, 60 വയസ്സ് കഴിഞ്ഞ വൃദ്ധർക്ക് പെൻഷൻ. അന്ന് ഉമർ ഖത്താബിന് ഒരു പ്രത്യേകതയുണ്ട്. മൂപ്പര് ജനങ്ങളുടെ വിവരങ്ങൾ അറിയാൻ പാതിരാത്രിയിൽ ഇറങ്ങി നടക്കും. എന്റെ പ്രസംഗം കേട്ട് ലീഗാർ ഇറങ്ങി നടക്കലിട്ടോ പിന്നെ ബുദ്ധിമുട്ടാവും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഉമർ ഖത്താബ് ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് കരച്ചിൽ കേട്ടു. ജനലൈകളിലൂടെ ഉള്ളിലേക്ക് പാളി നോക്കിയപ്പോ ഉമ്മന്റെ മടി കിടന്നിട്ട് ഒരു കുട്ടി കരയാൻ. ഉമ്മ ബാപ്പാനോട് പറയുന്നു, ഉമറിന്റെ തെറ്റായ നയമാണ് ഈ കുട്ടി കരയാനുള്ള കാരണം. എന്താ കാരണം? ഈ കുട്ടിക്ക് 2 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്, മുലകുടി മാറിയിട്ടില്ല. ഉമറിന് തെറ്റ് മനസ്സിലായി. പിറ്റേ ദിവസം അടിയന്തരമായി യോഗം വിളിച്ച് അത് തിരുത്തി. എന്നിട്ട് 2 വയസ്സ് കഴിഞ്ഞാൽ മതി മുലകുടി മാറേണ്ട ആ കുട്ടിക്കും പെൻഷൻ. ആ കുട്ടിക്കുള്ള പെൻഷൻ തലയിലേറിയിട്ട് ഇങ്ങനെ പോവുക ഉമർ ഖത്താബ് കൊട്ടയില്. അന്ന് പൈസയല്ല, നോട്ടുകെട്ടല്ല കൊട്ടയില്. അന്ന് പെൻഷൻ എന്ന് പറഞ്ഞാൽ കാരക്കയും ഗോതമ്പുമാണ്. എന്ന് പറഞ്ഞാൽ കിറ്റ്. ആ കിറ്റും പെൻഷനും കേരളത്തിൽ കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകളാണ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായാൽ മതി. അതിന് ഖലീഫ ഭരണം ഒന്നും വേണ്ട, കമ്മ്യൂണിസ്റ്റ് ഭരണം ഉണ്ടായാൽ മതി ഈ നാട്ടിൽ. നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അത്രയും ഞാൻ പറയുന്നു. ആ പെൻഷൻ കൊടുക്കുന്നതിൽ പോരായ്മയുണ്ടായി ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെയും, നമ്മളതൊരു പോരായ്മ തന്നെയാണ്, കുറ്റമാണ്, തിരുത്തേണ്ടതാണ്. നമ്മൾ തിരുത്തി ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവിടുന്ന് ഇവിടുന്നും 10 കോടിയുടെ മുകളിലുള്ള വികസനങ്ങളൊക്കെ തൽക്കാലം ഒന്ന് നിർത്തിവെച്ച് കിഫ്ബിയുടെ മാത്രം വികസനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് പെൻഷന്റെ കുടിശ്ശിക കൊടുത്തു തീർക്കാണ്. പക്ഷെ ഒരു ചോദ്യം വളരെ വിനീതമായി ചോദിക്കട്ടെ. 2019 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ നമ്മുടെ നാട്ടിൽ പെൻഷൻ കിട്ടായികയുണ്ടോ? നിങ്ങളൊന്ന് പറ. നമ്മുടെ നാട്ടിൽ പെൻഷൻ കിട്ടായികയുണ്ടോ? അന്ന് എത്രയാ പെൻഷൻ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? 2019 എത്രയാ പെൻഷൻ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇതാ നമ്മുടെ പ്രശ്നം. നമുക്ക് ഓർമ്മക്കുറവാണ്. അറിയാലോ, ഇവിടെ ഞാൻ ആവർത്തിക്കുന്നില്ല. 600 രൂപ പെൻഷൻ കുടിശ്ശികയുള്ളപ്പോഴാണ് നമ്മൾ പറഞ്ഞത് ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ, ഞങ്ങൾ അത് വർദ്ധിപ്പിക്കും, 1000 ആക്കും, വീട്ടിലെത്തിക്കും. നമുക്ക് വോട്ട് ചെയ്തു, നമ്മൾ അധികാരത്തിൽ വന്നു. മെയ് അവസാനത്തിൽ ജൂൺ, ജൂലൈ, ആഗസ്റ്റ് 3 മാസം, 3 × 30 90, അതിലൊരു മാസം 31, 91, സെപ്റ്റംബർ 10 ഓണം 9, 91, 9, 100. LDFന്റെ 100-ാം ദിവസം കൊടുത്തില്ല സകല മനുഷ്യർക്കും, കിട്ടിയില്ല സകല പേർക്കും. അന്ന് 1000-ന്റെ നോട്ട് നരേന്ദ്രമോദി നിരോധിച്ചിട്ടില്ല. 1000-ന്റെ നോട്ടുകൾ ഇങ്ങനെ വിശറി പോലെ വിടർത്തിക്കൊണ്ട് ചിരിച്ചു നിൽക്കുന്ന വാർദ്ധക്യത്തിന്റെ മുഖങ്ങള് സകല പത്രങ്ങളിലും അച്ചടിച്ചു വന്നു. എത്രയാ കൊടുത്തത്? 10,000, 12,000, 13,000, 14,000, 15,000. ഇതെങ്ങനെ അങ്ങനെ ഉണ്ടായത്? നമ്മളുടെ വാഗ്ദാനം 1000. നമ്മൾ ജയിച്ചു വന്നിട്ട് 3 മാസം, 3 ഗുണിക്കണം 1000, 3000. സെപ്റ്റംബറിലെ പെൻഷൻ അഡ്വാൻസ്. അങ്ങനെയാണെങ്കിൽ 4000. പിന്നെ എങ്ങനെ 16,000, 18,000 ഉണ്ടായത്? UDFന്റെ 18 മാസത്തെ കുടിശ്ശിക അടക്കം കൊടുത്തു തീർത്തു. അങ്ങനെ ഉണ്ടായത് ഇല്ലേ? പിന്നീട് ഞാൻ ചോദിക്കട്ടെ, പെൻഷൻ വാങ്ങുന്ന വാർദ്ധക്യങ്ങൾ ഇവിടെ ഇരിക്കുന്നില്ലേ? നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോ പെൻഷൻ പോരാ, കൂട്ടണമെന്ന്? ലീഗ് ഉണ്ടല്ലോ, കോൺഗ്രസ് ഉണ്ടല്ലോ, BJP ഉണ്ടല്ലോ, സകല രാഷ്ട്രീയ എതിരാളികളുണ്ടല്ലോ. നിങ്ങൾ ആരെങ്കിലും സമരം ചെയ്തോ? നിങ്ങൾ ആരെങ്കിലും ആവശ്യപ്പെട്ടോ പെൻഷൻ 1000 പോരാ, വർദ്ധിപ്പിക്കണമെന്ന്? ഒരാളും ആവശ്യപ്പെടാതെ, ഒരാളും പരാതിപ്പെടാതെ 1000, 1100 ആക്കി, 200 ആക്കി, 300 ആക്കി, 400 ആക്കി, 500 ആക്കി, ഇപ്പൊ 1600. എന്നാൽ 2019 തെരഞ്ഞെടുപ്പ് അടക്കുമ്പോൾ 1600 ഉണ്ടോ? ഇല്ല. എത്രയാണ്? എനിക്ക് ഓർമ്മയുണ്ട്, 1400. ഒറ്റ ചോദ്യം, ഒരു നയാ പൈസ മുടങ്ങിയോ? നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് പറ, എന്നെ കേൾക്കുന്നവർ. 1400 രൂപ അന്ന് പെൻഷൻ കൊടുത്തത് ഒരു ദിവസം മുടങ്ങിയോ? സഖാവേ? ഇല്ല. അപ്പൊ തെരഞ്ഞെടുപ്പ് നടന്നു. നമുക്ക് എത്ര സീറ്റാ? 1 സീറ്റ്. UDFന് എത്ര സീറ്റാ? ചെറിയ ചോദ്യം ചോദിക്കും. UDFന് എത്ര സീറ്റാ? 19 സീറ്റ്. ഇല്ലേ? ഒരു ദിവസത്തെ പെൻഷൻ മുടങ്ങിയോ? മാവേലി സ്റ്റോർ, നെഞ്ചത്ത് കൈവച്ച് പറ. നിങ്ങൾ ഈ നാട്ടിൽ മാവേലി സ്റ്റോർ ഉണ്ടല്ലോ, ഒരു കടുക് മണിയെങ്കിലും പോരായിക്കണ്ടേ? എന്നെ കടുകെങ്കിലും മാവേലി സ്റ്റോറിൽ നിറയെ സാധനങ്ങൾ. തെരഞ്ഞെടുപ്പ് നടന്നു. നമുക്ക് എത്ര സീറ്റാ? 1 സീറ്റ്. UDFന് എത്ര സീറ്റാ? 19 സീറ്റ്. ഇല്ലേ? മറ്റൊരു കാര്യം ഇതിനിടയിൽ നടന്നു.
മറന്നോ നിങ്ങൾ? 2018 മഹാപ്രളയം, 2018 മഹാപ്രളയം ഉണ്ടായി നമ്മുടെ നാട്ടില്. മലയിടിഞ്ഞ് കുന്നിടിഞ്ഞ് ഉരുളുപൊട്ടി മഹാപ്രളയം. ഞാൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂർ, മുക്കത്തിനടുത്ത കൊടിയത്തൂർ എന്ന ഗ്രാമത്തിൽ നിന്നാണ്. എൻ്റെ ഗ്രാമത്തിന് അരഞ്ഞാനമിട്ടൊഴുകുന്ന ഒരു നദിയുണ്ട്. ആ നദിയുടെ പേര് ഇരുവഴിഞ്ഞിപ്പുഴ. കേട്ടിട്ടുണ്ടോ ആ പേര്? ഉണ്ടോ? എവിടെയാ കേട്ടത്? എവിടെയാ കേട്ടത്? മൊയ്തീൻ എന്ന സിനിമയിൽ ഇല്ലേ? ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിലുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാണ്. പ്രണയലോകത്തിന് ഇരുവഴിഞ്ഞിപ്പുഴ എന്നൊരു പേര് കൊടുത്തു നമ്മള്. 1982 ജൂലൈ മാസം 15-ാം തീയതി രാവിലെ 8:15 എന്റെ വീടിന്റെ വെളിപ്പാടകലുള്ള ഇരുവഴിഞ്ഞിപ്പുഴയിലെ തെയ്യത്തും കടവിൽ തോണി മറിഞ്ഞപ്പോ നിരവധി ജീവനുകളെ രക്ഷപ്പെടുത്തിയ മൊയ്തീൻ പിന്നെയും ജീവനുകളെ രക്ഷപ്പെടുത്താൻ ഇരുവഴിഞ്ഞിടായങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാതെ നടന്നുപോയപ്പോ മുക്കത്തിന്റെ പ്രണയക്കടവിൽ കാഞ്ചന തനിച്ചായി പോയി. എന്റെ ഉമ്മയുടെ അനിയത്തിയുടെ മകനാണ് മൊയ്തീൻ എന്നതുകൊണ്ട് അന്ന് മുതൽ കാഞ്ചന എനിക്ക് ഏടത്തിയമ്മയാണ്. ആ ഇരുവഴിഞ്ഞിപ്പുഴയിൽ നിന്ന് വെളിപ്പാടകലെയുള്ള 84 വർഷത്തെ പഴക്കമുള്ള എന്റെ വീടിന്റെ തറവാട് മുറ്റത്തേക്ക് 2018 പ്രളയം ഇരമ്പിയാർത്തു വന്നു ഇരുവഴിഞ്ഞിപ്പുഴ. എന്റെ മുറ്റത്ത് നിന്ന് ഇരുവഴിഞ്ഞിപ്പുഴ അകത്തേക്ക് നോക്കി തത്തിക്കളിച്ചപ്പോ ഇരുവഴിഞ്ഞിപ്പുഴയോട് ഞാൻ പറഞ്ഞു, എന്റെ വീട്ടിലേക്ക് കയറാനുള്ള ധൈര്യമൊന്നും നിനക്കില്ല. മഹാഭാഗ്യം, ഇരുവഴിഞ്ഞിപ്പുഴ തിരിച്ചിറങ്ങിപ്പോയി. എന്നാൽ 2019 മലയിടിഞ്ഞ് കുന്നിടിഞ്ഞ് പൂർവാധികം ശക്തിയോടെ ഇരുവഴിഞ്ഞിപ്പുഴ ഇരമ്പിയാർത്തു വന്നപ്പോ എന്റെ വീടിനകത്ത് മുട്ടിന് വെള്ളം. നാസർ കൊളായി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താ സംഭവിച്ചിട്ടുണ്ടാകാം ഇല്ലേ? എന്നാൽ 2020-ലും 21-ലും 22-ലും 23-ലും ഒന്നും ഇരുവഴിഞ്ഞും പെരിയാറും ചാലിയാറും പമ്പയാറും ഒന്നും കരകവിഞ്ഞില്ല. പല വീടുകളുടെയും മുറ്റത്ത് വന്ന് അകത്തേക്ക് നോക്കി തത്തിക്കളിച്ച് ആറുകളും പുഴകളും നദികളും തിരിച്ചിറങ്ങാൻ തുടങ്ങിയപ്പോ വീട്ടുകാര് സങ്കടത്തോടെ പുഴയോടും നദിയോടും ആറിനോടും പറഞ്ഞത് എന്താണെന്നറിയോ? ഒന്ന് കേറിപ്പോണേൻ, ഒന്ന് കേറിപ്പോണേൻ വീട്ടിലേക്ക്. എന്താ കാരണം അറിയ? എന്താ കാരണം അറിയാം? ശൗക്കത്തലിയൊക്കെ അറിയാം. കാരണം പുഴന്റെ വക്കിന് താമസിക്കുന്നവന് കാരണം അറിയാം. എന്താ കാരണം? വീട്ടിനകത്തേക്ക് വെള്ളം ഒന്ന് കേറി ഇറങ്ങിയാൽ 10,000 കിട്ടിയോ? കിട്ടിയാ കൈബന്ധിച്ചാൽ മതി. കിട്ടിയോ? ഇല്ല, നിങ്ങൾ വിളിക്കുക. എന്റെ നാട്ടിൽ കൊടിയത്തൂര് ഇപ്പൊ മിനിറ്റുകൾ കൊണ്ട് ഉത്തരം കിട്ടും. 182 വീട് ഇരുവഴിഞ്ഞിപ്പുഴയുടെ തീരത്തിന്റെ വാർഡിൽ മാത്രം. 182 ഗുണിക്കണം 10,000. നിങ്ങൾ നോക്ക്. കേരളത്തിൽ ലക്ഷക്കണക്കിന് വീടുകളിൽ വെള്ളം കയറി. ഗുണിക്കണം 10,000. നിങ്ങൾ നോക്ക്. വെള്ളം കയറി നിങ്ങളുടെ വീട് തകർന്നു പോയോ? 4 ലക്ഷം. പറമ്പടക്കം ഒലിച്ചു പോയോ? 6 ലക്ഷം. പാതി തകർന്നോ? 2 ലക്ഷം. കേരളത്തിലെ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് കോടിക്കണക്കിന് രൂപ ഈ ഗവൺമെന്റ് കൊടുത്തില്ലേ? നിങ്ങൾ നോക്കി. 2018 വെള്ളം കയറാത്ത വീട്ടുകാർക്ക് വേറെ സാധനം കിട്ടിയെന്ന് ഓർമ്മ? എന്താ കിട്ടിയെന്ന്? കിട്ടീനോ? ഏടെ ഓർമ്മ വേണ്ടേ? ഈ ഓർമ്മക്കുറവാണ് നമ്മുടെ പ്രശ്നം. നിങ്ങൾക്കൊക്കെ റേഷൻ കാർഡ് ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. കേരളത്തിലെ സകല റേഷൻ കാർഡ് ഉടമകൾക്കും കിറ്റ് കൊടുത്തു. കിട്ടിയോ? ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കേരളത്തിലെ സകല റേഷൻ കാർഡ് ഉടമകൾക്കും ആ പ്രളയകാലത്ത് കിറ്റ് കൊടുത്തു. ആ കിറ്റിൽ എത്ര ഐറ്റം ഉണ്ടായിരുന്നു ഓർമ്മ? കിറ്റ് തന്നെ ഓർമ്മല്ല, പിന്നെ ഐറ്റം 16 ഐറ്റം. 16ാമത്തെ ഐറ്റം എന്താ? തീപ്പെട്ടി. 15ാമത്തെ ഐറ്റം എന്താ? മെഴുകുതിരി. എന്തിനാണ്? മധ്യ കേരളത്തിലെ 4800 ട്രാൻസ്ഫോമറുകൾ കത്തിപ്പോയി, കറണ്ടില്ല. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ വെള്ളം കയറി ഇറങ്ങിയ വീട്ടിൽ സ്വിച്ചിട്ട് അടിയും വെള്ളം കയറിയതാണ്, ഷോർട്ടായി പോവും ഇല്ലേ? ഒരു ഗവൺമെന്റിന്റെ കരുതൽ നോക്കുങ്ങൾ. തീപ്പെട്ടി വരുക, മെഴുതിരി കത്തിക്കുക, വീട്ടിൽ കയറുക. പ്രളയമൊക്കെ ഇറങ്ങിപ്പോയി. ഒരു മാസം കഴിഞ്ഞപ്പോൾ എന്റെ കൊടിയത്തൂർ അങ്ങാടിയിൽ മുസ്ലിം ലീഗിന്റെ വമ്പിച്ച പൊതുയോഗം. ജില്ലാ നേതാവ് വന്നിട്ട് പ്രസംഗിച്ചാൽ എന്താ അറിയോ? എനിക്ക് കിട്ടിയ കിറ്റിൽ തീപ്പെട്ടിയില്ല, ബാക്കിയൊക്കെ ഉണ്ട്. അരിണ്ട്, കൊത്തമ്പാലുണ്ട്, മേത്തേക്കണ സോപ്പുണ്ട്, അലക്കണ സോപ്പുണ്ട്. ഓന് തീപ്പെട്ടി കിട്ടാത്ത കുഴപ്പ. ഒരു തീപ്പെട്ടി കൊള്ളി കൊടുത്തു നോക്കിയിട്ടുണ്ട്. അതിന് മുമ്പ് കൊടുത്തു നോക്കിയിട്ടുണ്ടോ? അങ്ങനെ നമ്മളെല്ലാം കൊടുത്തു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. നമുക്ക് എത്ര സീറ്റാ സഖാവ്? 1 സീറ്റ്. UDF എത്ര സീറ്റാ? 19 സീറ്റ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല. നിങ്ങൾ നോക്ക്. ഇപ്പൊ ഈ അന്ന് നമ്മൾ ജയിച്ചത് ആലപ്പുഴയിൽ ആരിഫ് 1000 വോട്ടിന്. ഇപ്പൊ നമ്മൾ രാധാകൃഷ്ണൻ ജയിച്ചത് 20,000 വോട്ടിന്. ജോയി സഖാവ് തോറ്റത് 600 വോട്ടിന് ഇല്ലേ? എന്നിട്ട് പറയാണ് ഇനി ഒരിക്കലും നമ്മൾ ഉണ്ടാവില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ വിശദീകരണത്തിൽ കിടക്കുന്നില്ല, ചുരുക്ക. നിങ്ങളൊക്കെ നാട്ടിറങ്ങി കാണാൻ നിൽക്കുകയാണ്, നിനക്കറിയാം. അതുകൊണ്ട് ചുരുക്ക. നിങ്ങൾ നോക്ക്. എന്നാൽ CPM അവസാനിച്ചു, ഇനി ഇല്ല എന്നാ ഇവര് പറയുന്നത്. ഇവര് മാത്രമാണോ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവര് മാത്രമാണ് നമ്മുടെ രാഷ്ട്രീയ ശത്രുക്കൾ എന്ന്? ഈ കോൺഗ്രസും BJPയും ഇവര് മാത്രം അല്ല. ഇപ്പൊ നമ്മൾ പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിരലിനകത്തെ മഷി ഇപ്പൊ മാഞ്ഞിട്ടേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ വീടുകളിലൊക്കെ കയറി സ്ക്വാഡ് പ്രവർത്തനം നടത്തും. ഓരോ വാർഡിലും 4, 5, 6, 7, 8 സ്ക്വാഡുകൾ ഉണ്ടാവും. വീടിന്റെ കണക്ക് വെച്ച് സ്ക്വാഡ് കൊടുക്കും.
തെരഞ്ഞെടുപ്പിന്റെ ഒരു 5 ദിവസം മുമ്പെങ്കിലും ഇടക്കിടക്ക് ഉണ്ടാവും. അവസാനത്തെ 5 ദിവസം മേൽ കമ്മിറ്റി സഖാവ് എന്ന് സ്ക്വാഡ് ലീഡർമാരൊക്കെ ഇരുത്തിട്ട് ഒരു അവലോകനം. എങ്ങനെയുണ്ട്, വീടൊക്കെ കയറിയോ? കയറി. എത്ര വട്ടം? കണക്ക് കാണിക്കണം. അല്ലാതെ ഈ പാർട്ടിയിൽ 10ഓളം വീട് എന്നുള്ളതല്ല. ഞാനിപ്പോ ആലോചിക്കും, പിന്നെ മുമ്പ് മത്തായി ചാക്കോ മരിച്ച ഉപതെരഞ്ഞെടുപ്പിൽ പന്നിക്കോട് വെച്ച് കമ്മിറ്റി കൂടി. അപ്പം എന്റെ ബ്രാഞ്ചിലുള്ള സെക്രട്ടറിയോട് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിന് വാർഡിൽ എത്ര വീടുണ്ട്? 350ഓളം. പിണറായി പറഞ്ഞു, ഈ പാർട്ടിയിൽ ഓളല്ല, കൃത്യം പറഞ്ഞാൽ മതി. ഓളല്ല, അതുകൊണ്ട് കൃത്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞതുപോലെ പാർട്ടി സഖാക്കൾക്ക് കൃത്യം കണക്ക് വേണം. എത്ര വീട്ടിൽ കയറി, അല്ലാതെ ഓളം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ പാർട്ടി സഖാവ് ഓരോരുത്തർ പറഞ്ഞ് 10 വീട്, 11 വീട്. ഞങ്ങൾ 10 പ്രാവശ്യം കയറി, 11 പ്രാവശ്യം കയറി, 12 കയറി, 13 കയറി. അങ്ങനെ ആവേശത്തിൽ ഇവനിങ്ങനെ കയറി എന്റെ കഥ ഒക്കെ പറയാ, കൃത്യം പറയണം. ഇതൊക്കെ കഴിഞ്ഞ് ഇവനിങ്ങനെ നിൽക്കുമ്പോൾ മേൽ കമ്മിറ്റി സഖാവിന്റെ അവലോകനം പോരാ, എന്റെ കാറ്റ് പോയില്ലേ. 10 പ്രാവശ്യം 11 പ്രാവശ്യം ഒക്കെ അധ്വാനിച്ച് കയറി അഭിമാനത്തോടെ പറഞ്ഞപ്പോ മേൽ കമ്മിറ്റി സഖാവ് പറയാണ് പോരാ. ദേശീയ വീഴ്ചയൊക്കെ മനസ്സിൽ അടക്കി പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, സഖാവേ നമ്മൾ ഇത്രയെങ്കിലും ഒക്കെ കയറി, മറ്റൊരു കയറിയിട്ടേ ഇല്ല. അവരാകെ 4-5 വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ കയറി. അങ്ങനെ ധരിക്കുന്ന സഖാക്കൾ ഉണ്ടെങ്കിൽ തിരുത്തണം. അവർക്ക് വേണ്ടി ഒരു സ്ക്വാഡ് വീട് കയറുന്നുണ്ട്. ആ സ്ക്വാഡിന്റെ പ്രത്യേകത എന്താ അറിയാം? നമ്മൾ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമേ കയറും. തെരഞ്ഞെടുപ്പ് അല്ലാത്ത കാലത്ത് നമ്മൾ ഈ രാഷ്ട്രീയം പറയാനല്ല, മറ്റു പല കാര്യങ്ങൾക്കും കയറും, നാട്ടുകാരെ സഹായിക്കാൻ. പക്ഷെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് രാഷ്ട്രീയം പറയാൻ നമ്മൾ തെരഞ്ഞെടുപ്പ് കാലത്തേ കയറുള്ളെങ്കിൽ അവർക്ക് വേണ്ടി കയറുന്ന സ്ക്വാഡിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവരെല്ലാ ദിവസവും കയറും. എല്ലാ ദിവസവും കയറും. അവർക്ക് ഒരു പ്രത്യേകത ഉണ്ട്, കയറിയാൽ ഇറങ്ങിപ്പോരൂല. നമുക്ക് പാർട്ടിന്റെ ഒരു നിർദ്ദേശമുണ്ട്, ഒരു വീട്ടിൽ 10 മിനിറ്റ് 15 മിനിറ്റിൽ അപ്പുറം നിൽക്കരുത്, ഓരോ ബുദ്ധിമുട്ടിക്കരുത്. ഇപ്പൊ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ചൗക്കത്താക്കൊക്കെ അറിയാലോ, എന്റെ നാട്ടിൽ കാരാട്ട് എന്ന് പറഞ്ഞ പ്രദേശം, ആ താഴെ ഭാഗത്ത്. അവിടെ ഞാനിങ്ങനെ ഒരു വീട്ടിൽ പാത്തുമത്താത്തന്റെ വീട്ടിലെത്തുമ്പോൾ ഏകദേശം ഒരു 12 മണി കഴിഞ്ഞു. മുറ്റത്തെത്തിയപ്പോ തന്നെ നല്ല മത്തി ഇങ്ങനെ ഞെരിഞ്ഞു പൊരിയുന്ന മാദക ഗന്ധം മൂക്കിലേക്ക് കയറുക. നിങ്ങൾക്ക് മനസ്സിലായി, കൊലയിൽ വെല്ലടിച്ചിട്ട് കാര്യമില്ല, പാത്തുമത്താത്ത ചട്ടീന്റെ അടുത്താണ്. അപ്പൊ ഞാൻ അടുക്കള ഭാഗത്തൂടെ പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ച് 10-12 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തി. എന്താ കാരണം എന്നറിയോ? 15 മിനിറ്റ് കഴിഞ്ഞാൽ ചട്ടിയിലെ മത്തി കരിയും കിട്ടുന്ന വോട്ടും പോകും. ഞാൻ മെല്ലെ ഇറങ്ങി. മനസ്സിലായി നിങ്ങൾക്ക്? എന്നാൽ ഇവർക്ക് വേണ്ടി കയറുന്ന സ്ക്വാഡോ അവര് ആ വീട്ടിൽ തന്നെ ഉണ്ടാവും, ഇറങ്ങി പോരില്ല. അവർക്ക് ഒഴിവുണ്ടോ, അവധി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇപ്പൊ ഈ അടുത്ത ഓണത്തിനുണ്ടായിരുന്നു, അതിന് മുമ്പ് വിഷുവിനുണ്ടായിരുന്നു, ചെറിയ പെരുന്നാക്കുണ്ടാവും, വലിയ പെരുന്നാക്കുണ്ടാവും, ക്രിസ്മസിനുണ്ടാവും, ആഗസ്റ്റ് 15-നുണ്ടാവും, ജനുവരി 26-നുണ്ടാവും, പൂജക്കുണ്ടാവും. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ സ്ക്വാഡ് ഏതാണ്. ആ സ്ക്വാഡിന്റെ പേരാണ് മലയാള മനോരമ, മാതൃഭൂമി, മാധ്യമം, ചന്ദ്രിക, വീക്ഷണം, മംഗളം. ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, മനോരമ കയറിയ വീട്ടിൽ പിന്നെ ഒരു UDF കാരൻ കാരണം മനോരമ പറഞ്ഞുള്ള കളവ് UDF കാരന് പറയാൻ പറ്റുമോ? ചിലപ്പോൾ അടി കിട്ടും. മനോരമക്ക് ആ പ്രശ്നമില്ലല്ലോ. മാതൃഭൂമി കയറിയ വീട്ടിൽ പിന്നെ BJP കാരനോ? BJP കാരന് മാതൃഭൂമി പറഞ്ഞതുപോലെ നരേന്ദ്രമോദിയെ പുകഴ്ത്തി പറയാൻ പറ്റുമോ? പറ്റില്ല. ഇവർക്ക് കൊല്ലത്തിൽ 4-5 ദിവസത്തെ അവധിയെങ്കിലും ഉണ്ടാന്ന് വിചാരിക്കാം. ഈ അവധി പോലും ഇല്ലാത്ത മറ്റൊരു കൂട്ടരുണ്ട്, വേറൊരു സ്ക്വാഡ്. ആ സ്ക്വാഡിന്റെ പ്രത്യേകത എന്താ? നിങ്ങൾ കേൾക്കാൻ തയ്യാറാണെങ്കിൽ ഏത് പാതിരാത്രിയിലും അവർ ചറപറാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. സ്ക്വാഡിന്റെ പേര് നിങ്ങൾക്ക് ഓർമ്മല്ലേ? 24, റിപ്പോർട്ടർ ചാനൽ, ന്യൂസ് 18, മനോരമ, മാതൃഭൂമി, മീഡിയ 1, ജനം TV, ഇല്ലേ? ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത ചാനലുകൾ നിരന്തരമായി നമ്മളെ കടന്നാക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളെ മാത്രമല്ല, നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ. നിങ്ങൾ നോക്ക്, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആരെയാ ഇവര് പ്രധാനമായി ആക്രമിച്ചത്? കമല. പിണറായിയുടെ ഭാര്യ കമലയുടെ പേരിൽ കമല ഇന്റർനാഷണൽ ഉണ്ട്. അത് ഇന്തോനേഷ്യയിൽ വലിയ കമ്പനി ഉണ്ട്, തായ്ലൻഡിൽ വലിയ കമ്പനി ഉണ്ട്. ഇവരെ പ്രചരിപ്പിച്ചില്ലേ ഈ നാട്ടിൽ? കോട്ടയത്തെ ഗൾഫുകാരനെ അച്ചായന്റെ കൊട്ടാരം പോലത്തെ വീട് കാണിച്ചിട്ട് ഈ തമ്മാടിക്കൂട്ടം പറഞ്ഞ എന്താ? അത് പിണറായിയുടെ കൊട്ടാരാണ് അല്ല എന്ന് സത്യം വെളിച്ചത്ത് വന്നപ്പോ ആ സത്യം പുറത്തേക്ക് ഇവര് പറഞ്ഞില്ല. രണ്ടാം പിണറായി സർക്കാരിന് കമലയെ വിട്ടു, മകൾ വീണയായി. വീണക്ക് കമ്മീഷനാണ്, കോടികളാണ്, ആനയാണ്, തേങ്ങയാണ്. കോടതിയിൽ പരാതി കൊടുത്തപ്പോ കോടതി ആ പരാതി ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു. തിരുത്താൻ ഇവർ തയ്യാറായോ? എന്റെ പ്രിയപ്പെട്ടവരെ, 3 ആഴ്ച മുമ്പ് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ ഒരു ലോക്കൽ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയി. ഞാൻ ഒരു ഒഴിഞ്ഞ വയലിലെ സമ്മേളനം. ഞാൻ ആ സമ്മേളന നഗരിയിലേക്ക് കടന്നപ്പോ കറുത്തു കുറുതായ ഒരു മനുഷ്യനെ കണ്ടു. ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് നെഞ്ചോട് ചേർത്തി ഞാൻ ആ മനുഷ്യനെ. ഇവിടെ വന്നിട്ടുണ്ട് ഈ അരീക്കോട് മണ്ഡലത്തിൽ. മറന്നോ നിങ്ങൾ അയാളെ? ആ കറുത്ത കുറിയ മനുഷ്യനെ, ഓമനക്കുട്ടനെ മറന്നോ നിങ്ങള്? ഒരു പ്രളയകാലത്ത് കുന്നിൻ മുകളിൽ അഭയാർത്ഥി ക്യാമ്പിലേക്ക് ഭക്ഷണം വാങ്ങി വരിക ഓട്ടോറിക്ഷക്ക് കൊടുക്കാനുള്ള 70 രൂപ പോരായിട്ടുണ്ട്. തനിക്ക് പരിചയമുള്ള അമ്മച്ചിമാരും ഉമ്മച്ചിമാരും ഒക്കെ ഉണ്ട്. അവരോട് ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ 5ഓ 10ഓ ഉണ്ടോ? അവര് കോന്തലക്കെട്ടയച്ച് 5ഉം 10ഉം ഒക്കെ ഓമനക്കുട്ടന്റെ കൈ കൊടുത്തു. ഒരു ദുഷ്ടൻ ഇത് ഫോട്ടോ എടുത്തു. പിറ്റേ ദിവസം മുതൽ നമ്മൾ കണ്ടതെന്താ?
ഓമനക്കുട്ടനെ കള്ളനാക്കി ഇല്ലേ? ദുരിതാശ്വാസ ക്യാമ്പിൽ കൈക്കൂലി വാങ്ങുന്ന കള്ളനാക്കി ഓമനക്കുട്ടനെ ചിത്രീകരിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിയണം, ആ ഓമനക്കുട്ടന് ഒരു മകളുണ്ട്. അവള് MBBS പഠിക്കുക. അവള് തെരുവിലൂടെ പഠിക്കാൻ പോകുമ്പോ അവളെ വിളിച്ച പേരെന്താ അറിയോ? കള്ളന്റെ മകൾ. കള്ളന്റെ മകൾ. ഓമനക്കുട്ടനും മകളും കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട് ആത്മഹത്യ ചെയ്തില്ല. ഇല്ലേ? നമ്മുടെ നേതാക്കന്മാര് മരിച്ചാല് ഇവര് വെറുതെ വിടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ നോക്ക്, സഖാവ് ഇതാ ഇവിടെയുണ്ട് ചിരിച്ചുകൊണ്ട്. സഖാവ് കോടിയേരിയുടെ മരണം ഇപ്പോഴും മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റിയിട്ടുണ്ടോ? നമുക്കിടയിൽ എവിടെയോ സഖാവ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് വിശ്വസിക്കാനല്ലേ നമുക്കിഷ്ടം? ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, 2021 ഒക്ടോബർ മാസം 1-ാം തീയതി ഞാനന്ന് കൊടുങ്ങല്ലൂരില്ല. RSSകാർ അറുങ്കൊല ചെയ്ത നമ്മുടെ ഒരു സഖാവിന്റെ ഓർമ്മ ദിനത്തിൽ പങ്കെടുക്കാൻ പോയി. പരിപാടിയൊക്കെ കഴിഞ്ഞ് കൊടുങ്ങല്ലൂർ അങ്ങാടിയിലെ ചായപ്പീടികയിൽ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ സഖാക്കളിൽ ആരോ കോടിയേരിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ആശങ്കയോടെ സംസാരിച്ചു. ഞാൻ ആ സഖാവിനോട് പറഞ്ഞു, ഭയപ്പെടണ്ട, സഖാവ് പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരും. ഞാനത് വെറുതെ പറഞ്ഞല്ല. 4-5 ദിവസം മുമ്പ് ചെന്നൈയിലുള്ള ബിനീഷ് കോടിയേരിയുമായി ഫോണിൽ സംസാരിച്ചതിന്റെ ഒരു ബലത്തിലാണ് ഞാൻ അവരോട് ആശ്വാസവാചകം പറഞ്ഞത്. ഞാൻ അവരോട് സംസാരിച്ച് ചായയൊക്കെ കുടി കഴിഞ്ഞ് ഞാൻ അവിടുന്ന് കാറിൽ നാട്ടിലേക്ക് യാത്ര തിരിച്ച് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് കാണും. കൊടുങ്ങല്ലൂരിലെ സഖാക്കൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സഖാവേ, കോടിയേരി യാത്ര പോയി. പ്രിയപ്പെട്ടവരെ, നിങ്ങളെയൊക്കെ പോലെ ആ വാർത്ത വിശ്വസിക്കാൻ വല്ലാത്ത പ്രയാസമുണ്ടായി. ഞാനാണെങ്കിൽ കാറിലാണ്. ദൃശ്യമാധ്യമങ്ങളിൽ ടെലിവിഷനും ഒന്നും കാണാൻ നിവൃത്തിയില്ല. കയ്യിലുള്ള മൊബൈലിൽ വരുന്ന സന്ദേശങ്ങൾ മാത്രം. അപ്പോഴാണ് എൻ്റെ മൊബൈൽ ഫോണിലേക്ക് ഒരു സന്ദേശം വന്നത്. എൻ്റെ മൊബൈലിലേക്ക് മാത്രമല്ല, നിങ്ങളുടെ ഒക്കെ മൊബൈലിലേക്ക് ആ സന്ദേശം വന്നു. അത് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായിയുടെ സന്ദേശമായിരുന്നു. അതിങ്ങനെയായിരുന്നു: ഒരു കൂടപ്പിറപ്പിനെ പോലെ അല്ല, എൻ്റെ ഒരു കൂടപ്പിറപ്പിനെയാണ് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. സഖാക്കളെ നമ്മൾ കണ്ടില്ലേ? പിറ്റേ ദിവസം ചെന്നൈയിൽ നിന്ന് സഖാവ് കോടിയേരിയുടെ മൃതശരീരം എത്തിയ ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9 മണി വരെ 7 മണിക്കൂർ തലശ്ശേരി മുനിസിപ്പൽ ഓഡിറ്റോറിയത്തിൽ തന്റെ പ്രിയപ്പെട്ട സഖാവിന്റെ നിശ്ചലമായ ശരീരത്തിനരികിൽ കണ്ണിമ ചിമ്പാതെ സഖാവ് പിണറായി ഉണ്ടായിരുന്നു. മാസ്ക് കൊണ്ട് പാതി മറച്ച ആ മുഖത്ത് ഒരു കണ്ണീരിന്റെ കടലിരമ്പമുണ്ടായിരുന്നു. പിറ്റേ ദിവസം കണ്ണൂരിലെ പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് സഖാവ് കോടിയേരിയുടെ മൃതശരീരം അന്ത്യദർശനത്തിന് വെച്ചപ്പോ അവിടെയും സഖാവ് പിണറായി ഉണ്ടായിരുന്നു. ഒരുപാട് സമരപഥങ്ങളിലൂടെ അവർ ഒരുമിച്ച് നടന്നുപോയ കണ്ണൂരിന്റെ തെരുവീതിയിലൂടെ നട്ടുച്ചയുടെ പൊരിവെയിലത്ത് തന്റെ പ്രിയപ്പെട്ട സഖാവിന്റെ അവസാന യാത്രയുടെ മുമ്പിലും സഖാവ് പിണറായി ഉണ്ടായിരുന്നു. പയ്യാമ്പലം കടപ്പുറത്തേക്ക് ആ യാത്ര കടക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട സഖാവിന്റെ മൃതശരീരം തോളിലേറ്റി അത് ചിതയിൽ വെച്ച് ആ ചിതക്ക് തീക്കൊളുത്തി തൊട്ടടുത്ത പ്രസംഗ വേദിയിലേക്ക് വന്ന് മൈക്കിന് മുമ്പിൽ നിന്ന് അനുശോചനം നടത്തുന്നതിന് വേണ്ടി ഞാൻ എന്തു പറയും, ഞാൻ എങ്ങനെ തുടങ്ങും, ഞാൻ എവിടെ അവസാനിപ്പിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന 3 വാക്കുകളിൽ കണ്ണീരിൽ കുതിർന്ന ആ പ്രസംഗം അവസാനിച്ചപ്പോ കണ്ണു നിറയാത്ത കമ്മ്യൂണിസ്റ്റുകാരന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലെ സകല ദൃശ്യമാധ്യമങ്ങളും ആ കാഴ്ച നമുക്ക് കാണിച്ചു തന്നു. പിറ്റേ ദിവസം പുറത്തിറങ്ങിയ സകല പത്രങ്ങളും വാഗ്മയ ചിത്രങ്ങളിലൂടെ അത് നമ്മുടെ മുമ്പിൽ പുനരവതരിപ്പിച്ചു. പക്ഷെ സഖാക്കളെ നിങ്ങൾ കണ്ടോ? അതിന്റെ നേരെ പിറ്റേ ദിവസം ഒക്ടോബർ മാസം 4-ാം തീയതി മാറ്റിവെക്കപ്പെട്ട അനിവാര്യമായ വിദേശയാത്രക്ക് വേണ്ടി സഖാവ് പിണറായി പുറപ്പെട്ടപ്പോ ഇതേ വാർത്താ മാധ്യമങ്ങള് എന്താ പറഞ്ഞത്? രാഷ്ട്രീയ എതിരാളികൾ എന്താ ഈ നാട്ടിൽ പ്രചരിപ്പിച്ചത്? ഇന്നലെ പയ്യാമ്പലം കടപ്പുറത്ത് സഖാവ് പിണറായി മുതലക്കണ്ണീരൊഴുക്കുകയായിരുന്നു. ഇന്ന് വിദേശത്തേക്ക് ടൂർ പോവുകയാണ് എന്ന് അവർ പ്രചരിപ്പിച്ചത്. അങ്ങനെ പറഞ്ഞവരോട് നമുക്ക് ഒന്നേ പറയാനുള്ളൂ: പയ്യാമ്പലം കടപ്പുറത്ത് കണ്ണീരൊഴുക്കിയത് സഖാവ് പിണറായി വിജയനാണ്. പിറ്റേ ദിവസം വിദേശത്തേക്ക് അനിവാര്യമായ യാത്ര പോയത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതൊരു സർക്കാരിന്റെ ഭാഗമാണ്. അതിന് നിശ്ചലമാകാൻ കഴിയില്ല. ഒരു യന്ത്രം പോലെ അതിന് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. മാത്രമല്ല, സഖാവ് പിണറായി ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് കരഞ്ഞു നിൽക്കാൻ നേരമില്ല. കരയാൻ തീരുമാനിച്ച പിന്നെ കമ്മ്യൂണിസ്റ്റുകാരന് കരയാനേ നേരം കിട്ടൂ. ഇവർ ഈ ആരോപണം ഉന്നയിച്ച ദിവസമുണ്ടല്ലോ, ഒക്ടോബർ 4. അതിനൊരു പ്രത്യേകതയുണ്ട്. ഡിവൈഎഫ്ഐയുടെ സഖാക്കൾക്ക് ചിലപ്പോൾ അത് ഓർമ്മ കാണും. ഇതുപോലെ ഒരു ഒക്ടോബർ 4-ാണ് തൃശൂർ ജില്ലയിലെ ഡിവൈഎഫ്ഐയുടെ നേതാവായിരുന്ന സഖാവ് PU സനൂപ് കൊല്ലപ്പെട്ടത്. സഖാവ് കൊല്ലപ്പെട്ടതിന്റെ പിറ്റേ ദിവസം ഇറങ്ങിയ ദേശാഭിമാനി പത്രത്തിലൂടെയാണ് സഖാവിനെ കുറിച്ച് നമ്മൾ വായിച്ചറിയുന്നത്. ഒരു ദരിദ്ര കുടുംബത്തിലാണ് സനൂപ് ജനിച്ചത്, ഒരു കോളനിയിൽ.
ജനിച്ചേറെ കഴിയുന്നതിന് മുമ്പ് അച്ഛനമ്മമാര് നഷ്ടപ്പെട്ടു. അച്ഛമ്മ അവനെ വളർത്തിയത്. നാട്ടുകാരുടെ വീട്ടുകാരുടെ കണ്ണിലുണ്ണി തക്കുടു എന്ന സ്നേഹപ്പേരായിരുന്നു അവനെ നാട്ടുകാരും വീട്ടുകാരും വിളിച്ചിരുന്നു. തക്കുടു അങ്ങനെ വളർന്നു. ബാലസംഘത്തിലൂടെ, SFIയിലൂടെ DYFIയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകനായി മാറി. DYFIയുടെ നേതാവായി, CPMന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകനായി. കൊല്ലപ്പെടുന്ന ദിവസം സഖാവിൽ അർപ്പിതമായ ഒരു കടമയുണ്ട്. എന്താ കടമയറി നിങ്ങൾക്ക്? കേരളത്തിൽ DYFIയുടെ ഒരു പരിപാടിയുണ്ട്. കേരളത്തിലെ സകല മെഡിക്കൽ കോളേജുകളിലും താലൂക്ക് ആശുപത്രികളിലും ഉച്ചനേരത്ത് രോഗികൾക്ക് വിശക്കുമ്പോ, അവരുടെ കുട്ടിരിപ്പുകാർക്ക് വിശക്കുമ്പോ, വയറെരിയുമ്പോ മിഴി നിറയരുത്. കേരളത്തിലെ സകല മെഡിക്കൽ കോളേജുകളിലും 365 ദിവസവും മുടങ്ങാതെ പൊതിച്ചോറെത്തിക്കുന്ന യുവജന പ്രസ്ഥാനത്തിന്റെ പേരാണ് DYFI. കൊല്ലപ്പെടുന്ന ദിവസം സഖാവിൽ അർപ്പിതമായ കടമ എന്താണെന്നറിയോ നിങ്ങൾ? പിറ്റേ ദിവസം തൃശൂർ മെഡിക്കൽ കോളേജിലേക്കുള്ള പൊതിച്ചോറ് എത്തിക്കേണ്ടത് സഖാവിന്റെ നാട്ടിൽ നിന്ന്. രാത്രി ഒരു 7-8 മണിയായി കാണും. നേരത്തെ പറഞ്ഞുറപ്പിച്ച സകല വീടുകളിലും കയറിയിറങ്ങി അമ്മമാരെ കണ്ട്, ഉമ്മമാരെ കണ്ട്, പിറ്റേ ദിവസത്തെ പൊതിച്ചോറിന്റെ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിച്ച് വീട്ടിലേക്ക് തിരിച്ചു നടക്കുമ്പോഴാണ് RSSന്റെ കശ്മലന്മാർ സഖാവ് സനൂപിനെ വെട്ടി നുറുക്കിയത്. സഖാക്കളെ, നിങ്ങൾ അറിയണം, അവനേൽപ്പിച്ച പൊതിച്ചോറുണ്ടല്ലോ, അത് കെട്ടിപ്പൊതിഞ്ഞ് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് അവന്റെ മൃതശരീരം കെട്ടിപ്പൊതിഞ്ഞ് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകേണ്ട ഗതികേട് ആ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ടായി. പിറ്റേ ദിവസം അവനേൽപ്പിച്ച പൊതിച്ചോറുണ്ടല്ലോ, അത് ചൂടാറാതെ അവന്റെ പ്രിയപ്പെട്ട സഖാക്കള് തൃശൂർ മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വിതരണം ചെയ്യുമ്പോ അതേ മെഡിക്കൽ കോളേജിന്റെ കോമ്പൗണ്ടിലെ മോർച്ചറിയിൽ തണുത്ത് മരവിച്ച് പോസ്റ്റ്മോർട്ടം കാത്ത് കിടക്കുക സഖാവ് സനു. അവന്റെ സഖാക്കൾ കരഞ്ഞോ? കരഞ്ഞില്ല. കരയാൻ അവർക്ക് നേരമില്ല. മരിക്കുന്നതിന് മുമ്പ്, കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഓൻ പറഞ്ഞിട്ടുണ്ട്, ഈ പൊതിച്ചോറ് ചൂടാറാതെ വിശക്കുന്ന വയറുകളിലേക്ക് എത്തിക്കണം. അതാ കമ്മ്യൂണിസ്റ്റുകാരൻ. മരിച്ചാലും മനുഷ്യന് വേണ്ടി ജീവിക്കുന്നവന്റെ പേരാണ് സഖാവ്. എത്ര പേർ പ്രിയപ്പെട്ടവരെ, അരീക്കോട് ഏരിയ സമ്മേളനത്തിന് ഈ നാടിന്റെ റോഡിനെ ചെങ്കടലാക്കി ആവേശത്തോടെ നിങ്ങൾ വിളിച്ച പല മുദ്രാവാക്യങ്ങളിൽ ഇന്നും ആ മുദ്രാവാക്യം നിങ്ങൾ വിളിച്ചു. എന്താ മുദ്രാവാക്യം? രക്തസാക്ഷി മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ഒരു വരി കൂടി നിങ്ങൾ അതിന്റെ കൂടെ കൂട്ടിച്ചേർത്തു. അതിങ്ങനെയാണ്, നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം ഞങ്ങൾ ഈ മണ്ണിൽ ശാശ്വതമാക്കും. ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം അതൊരു വെറും വാക്കല്ല, പോരടിച്ച് മരിച്ചു വീണ ധീര രക്തസാക്ഷികളോട് നൽകുന്ന പ്രതിജ്ഞയാണ്. ഇല്ലേ? ആ മുദ്രാവാക്യത്തിന് എന്തിനു വേണ്ടിയാണോ ഈ സഖാക്കൾ പോരടിച്ച് മരിച്ചത്? ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ വേണ്ടി മരിച്ച പ്രിയപ്പെട്ട സഖാക്കൾ. ആ ജനാധിപത്യവും മതേതരത്വത്തിനും വലിയ ഭീഷണി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലൂടെയാണ് പ്രിയപ്പെട്ടവര് ഞാൻ നിങ്ങളും പോകുന്നത്. സമയക്കുറവുകൊണ്ട് വിശദീകരണത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ഇന്നത്തെ ദിവസം ഡിസംബർ 8 ഇന്നലെ ഡിസംബർ 7, മെയ്യാന്ന് ഡിസംബർ 6. കേരളത്തിന്റെ തെരുവീതികളിൽ കാര്യമായ പ്രകടനം നിങ്ങൾ കണ്ടോ? ഞാൻ ആലോചിക്കാം, ഞാൻ വരുന്നത് കൊടിയത്തൂർ. ഞാൻ ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലിട്ടുണ്ട്. കഴിഞ്ഞ 32 കൊല്ലമായി കൊടിയത്തൂർ മസ്ജിദിന്റെ വിവിധ വിഭാഗങ്ങൾ പങ്കെടുക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരാൾ കുത്തുബ നടത്തുന്ന ആ പള്ളിയിലെ മിമ്പറിൽ നിന്ന് വെള്ളിയാഴ്ചയും വലിയൊരുനാൾ ഒരുമിച്ച് വന്നത് പറഞ്ഞതുപോലെ ഡിസംബർ 6 വെള്ളിയാഴ്ചയും ഒരുമിച്ച് വന്നിട്ട് ആ മിമ്പറിൽ നിന്ന് ബാബരി മസ്ജിദ് എന്ന് ഞാൻ കേട്ടില്ല. കഴിഞ്ഞ 32 കൊല്ലവും ഡിസംബർ 6 ചുറ്റുവട്ടമുള്ള വെള്ളിയാഴ്ചകളിൽ പള്ളി മിമ്പറുകളിൽ നിന്ന് ഡിസംബർ 6 ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ അത് പലരും മറന്നതല്ല, പലരോടും പറഞ്ഞു പറയണ്ട. അങ്ങനെ മറക്കാൻ പഠിപ്പിക്കുക. സമ്പാൽ പള്ളി ആ പള്ളി വരാൻ പോവുക പുതിയ ലിസ്റ്റിലേക്ക്. ഇല്ലേ? ഖാജാ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ അജ്മീർ സ്ഥലം എന്താ പറയാ, അജ്മീർ ദർഗ. BJP-കാരന്റെ പ്രസംഗം കേൾക്കുന്നുണ്ടെ മനസ്സിലാക്കിക്കോ. നിങ്ങളുടെ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി, ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ അതിന്റെ മുകളിൽ പട്ട് പുതപ്പിച്ചു. എന്താണ് നേർച്ച എന്നതിന് പറയാ? പട്ട് പുതക്കാൻ നേർച്ച. നിങ്ങൾക്കറിയില്ലായിരുന്നോ ഇത് ഖാജാ മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ ഖബറിടമാണെന്ന്? ഖാജാ മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ ഖബറിടമാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വാജ്പേയിയും ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയും ഇതിട്ട് മൂടിയത്? ഇപ്പൊ നിങ്ങൾ അതിന് അവകാശവാദമായിട്ട് വരിക ഇല്ലേ? ആർക്കാ ഇതൊക്കെ മറക്കേണ്ടത്? മുസ്ലിം ലീഗിന്റെ നേതാവ് പാണക്കാട് സാദിഖ് അലി തങ്ങൾ
നമ്മൾ പാണക്കാട് സാദിഖലി തങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. SDP ഒരുത്തന്റെ പ്രസംഗം കേട്ട് ഞങ്ങൾ പാണക്കാട്ടെ സാദിക്കാരാണ്. ഒരൊറ്റ ലീഗുകാരൻ അവന് മറുപടി പറയില്ലവരാരും. പാണക്കാട് സാധിക്കുന്നൊന്നും ഞങ്ങൾ പറയില്ല. പാണക്കാട് സാദിഖ് അലി തങ്ങള് ബാബരി മസ്ജിദ് തകർത്ത് രാമക്ഷേത്രം ഉണ്ടാക്കിയപ്പോ എന്താ പറഞ്ഞത്? അത് ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രതീകാണ്. അത് ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രതീകാണ്. ഞങ്ങൾ അന്തസ്സോടെ പറഞ്ഞു, ഈ കോടതി വിധി ഇത് തെറ്റാണ്. ഇങ്ങനെ ഒരു വിധിക്കപ്പുറം ഇനി പ്രതീക്ഷിക്കാൻ പാടുണ്ടോ? ആ സ്ഥലം പള്ളിയുടേതാണെന്ന് കോടതിക്ക് ഉറപ്പ്, അത് ക്ഷേത്രത്തിൻ്റെതല്ല എന്ന് കോടതിക്ക് ഉറപ്പ്. ഈ രണ്ട് വരിയും പറഞ്ഞിട്ട് ആ കോടതി പറയുന്നത്. പക്ഷേ അവിടെ അമ്പലം ഉണ്ടാക്കട്ടെ. ഏത് നീതിന്യായം? എന്ത് നീതി? എന്ത് നീതിന്യായം? ഞങ്ങൾ അതിനെതിരെ ഇപ്പോഴും പ്രതികരിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താ അറിയോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഡിസംബർ 6 ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട ദിവസത്തിന്റെ ഓർമ്മ മാത്രമല്ല. മനിയാന്ന് ഡിസംബർ 6 ആ ഡിസംബർ 6 പ്രത്യേകത ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കറിന്റെ 68ാം ഓർമ്മ ദിനമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 75ാം വർഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഡോക്ടർ അംബേദ്കറിന്റെ നേതൃത്വത്തിൽ എഴുതപ്പെട്ട ഭരണഘടനയിൽ ഇന്ത്യയിലെ സകല മതങ്ങൾക്കും തുല്യാവകാശമാണ്. ആ തുല്യാവകാശം സംരക്ഷിക്കാൻ ജനാധിപത്യ ഇന്ത്യയിൽ ഓരോ പൗരനും കടമയുണ്ട്. ആ നിയമം നിലവിലുള്ള ഈ ജനാധിപത്യ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റുകാർ എല്ലാ ദിവസവും അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് സംശയം? എന്തേ നിങ്ങൾക്ക് സംശയം? എന്താ ലീഗിന് പ്രയാസം? എന്താ ജമാഅത്ത് ഇസ്ലാമിക്ക് പ്രയാസം? SDP അതിന്റെ നേതാവ് ഇന്നലെ പ്രസംഗിച്ച എന്താണെന്നറിയോ? പാണക്കാട് സാദിഖ് പറഞ്ഞു, ഞാനല്ലട്ടോ, ഞാൻ സാദിഖെന്ന് പറഞ്ഞില്ല, പാണക്കാട് സാദിഖ് പറഞ്ഞു പള്ളി പൊളിച്ചെടുത്ത് രാമക്ഷേത്രം ഉണ്ടാക്കിയപ്പോ അത് മതേതരത്വത്തിന്റെ പ്രതീകമാണെന്ന്. അത് പാണക്കാട്ടെ സാദിഖിന് മാത്രമേ പറയാൻ കഴിയൂ എന്ന് പറഞ്ഞ SDP ക്കാരുണ്ടല്ലോ. താൻ വലിയ മുന്തിയ ചരക്കാന്ന് വിചാരിക്കുന്നുണ്ടോ? ഈ SDP എന്താ? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ, ഇപ്പൊ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഈ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചത് ഒരു പെൺകുട്ടിയാ. ആരാണ് പെൺകുട്ടി? ബാബരി മസ്ജിദ് തകർത്തെടുത്ത് രാമക്ഷേത്രം ഉണ്ടാക്കുമ്പോ ആ രാമക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുമ്പോ വിതുമ്പിക്കരഞ്ഞ പെൺകുട്ടി. എന്തിനാ വിതുമ്പിക്കരഞ്ഞത്? ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന്റെ ദുഃഖത്തിലാണോ? അല്ല. ബാബരി മസ്ജിദ് തകർത്തെടുത്ത് രാമക്ഷേത്രത്തിന്റെ ശിലാന്യാസം, ശിലാസ്ഥാപനം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തുമ്പോ എന്നെ വിളിച്ചില്ല, അതിലെനിക്ക് ദുഃഖമുണ്ട് എന്നിട്ട് വിതുമ്പിക്കരഞ്ഞു. ആര്? പ്രിയങ്ക ഗാന്ധി വടര. പ്രിയങ്ക ഗാന്ധി വിതുമ്പിക്കരഞ്ഞു. എന്നിട്ട് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്, എന്നെ അങ്ങാടിയിൽ കേൾക്കുന്ന ലീഗുകാരും SDP ക്കാരും ജമാഅത്ത് ഇസ്ലാമിക്കാരും ഉണ്ടെങ്കിൽ ചെവി നല്ലോണം തുഴഞ്ഞിട്ട് കേട്ടോ. താൻ കേട്ടിട്ടില്ലെങ്കിൽ, നിങ്ങൾ കേട്ടില്ലെങ്കിൽ കേൾപ്പിക്കാനുള്ള സാധനം ഇവിടെ കൊടുത്തിട്ട് നാസർ കൊളായി പോവും. പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗവും പ്രിയങ്ക ഗാന്ധിയുടെ ശബ്ദവും കേൾപ്പിച്ചിട്ട് ഇവിടെ കൊടുത്തിട്ടേ പോവും. എന്താ പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്? എന്റെ അച്ഛന്റെ സ്വപ്നമായിരുന്നു രാമക്ഷേത്രം. ആണോ? ഈ അങ്ങാടിയിലെ കോൺഗ്രസ്സുകാരൻ നാളെ മൈക്ക് കെട്ടി നാട്ടിലെ ജനങ്ങളോട് പറ, ഒന്നുകിൽ പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് തെറ്റാണ്, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് ശരിയാണ്. ശരിയുടെ പക്ഷമാണ് പ്രിയങ്ക ഗാന്ധി എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ വോട്ട് ചോദിച്ചത്? അങ്ങനെയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് രാമക്ഷേത്രം എന്റെ അച്ഛന്റെ സ്വപ്നമായിരുന്നു. എന്നിട്ട് പരിഹാരമായിട്ട് ചെയ്തെന്താ? ഉദ്ഘാടനത്തിന് വിളിക്കാത്തതിന് പകരമായി പ്രത്യേകം പൂജിച്ച 3 വെള്ളി ഇഷ്ടിക കൊടുത്തയച്ചു. ഇത് കണ്ട ആവേശം കൊണ്ടിട്ടല്ലേ മധ്യപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രി കമൽനാഥ് 11 വെള്ളി ഇഷ്ടിക 1,10,000. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാമക്ഷേത്രത്തിന്റെ പണി പൂർത്തീകരിച്ചപ്പോ RSSന്റെ രാഷ്ട്രീയ മുഖമായ BJP തെരഞ്ഞെടുപ്പിൽ ഉയർത്തിയ മുദ്രാവാക്യം എന്താണ്? ഹിന്ദുക്കളായ ആളുകളോട് പറഞ്ഞു, നോക്കൂ, ഞങ്ങൾ രാമക്ഷേത്രം ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ BJPക്ക് വോട്ട് ചെയ്യണം. അപ്പോഴാണ് ദിഗ്വിജയ് സിംഗ്, മധ്യപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രി, AICC ജനറൽ സെക്രട്ടറി ദിഗ്വിജയ് സിംഗ് BJPക്കാരോട് എന്താ പറഞ്ഞത്? നിങ്ങൾ മാത്രം അങ്ങനെ അവകാശം പറയണ്ട, നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ല ശ്രീരാമക്ഷേത്രം. 1982 ആ രാമക്ഷേത്രത്തിനകത്ത് പൂജ നടത്താൻ, ശിലാന്യാസം നടത്താൻ സൗകര്യം ചെയ്തു എന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായിരുന്ന രാജീവ് ഗാന്ധിയാണ്. ആദ്യമായി പള്ളിക്കകത്ത് ശിലാന്യാസത്തിനും പൂജക്കും സൗകര്യം കൊടുത്തത് ഞങ്ങളാണ്. 1992 ഡിസംബർ 6 പ്രഭാതത്തിൽ പകലിൽ ആ ബാബരി മസ്ജിദ് തകർത്ത് മണ്ണോട് മണ്ണ് ചേർക്കുമ്പോ ലോകത്തിലെ 5ാമത്തെ സൈനിക ശക്തിയായ ഇന്ത്യയുടെ പട്ടാളക്കാരുണ്ടായിരുന്നു. ആ പട്ടാളക്കാരെ ഭാരക്കിൽ നിറക്കാതെ അവിടെ തന്നെ നിർത്തി അത് പൊളിക്കാനുള്ള സൗകര്യം നിങ്ങൾക്ക് ചെയ്തു എന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കോൺഗ്രസിന്റെ പ്രസിഡന്റായ നരസിംഹറാവു ആയിരുന്നു. അതുകൊണ്ട് രാമക്ഷേത്രം അവിടെ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് അത് BJPക്ക് മാത്രമല്ല, ഞങ്ങൾക്കുമാണ്. വേണോ കോൺഗ്രസിന്? വേണോ ലീഗിന്? വേണോ ജമാഅത്ത് ഇസ്ലാമിക്ക്? നിങ്ങൾക്ക് വേണോ ഈ പ്രസംഗം? ഞാൻ തരാം. അതിന്റെ ശബ്ദം തരാ, അതിന്റെ പത്ര റിപ്പോർട്ട് തരാ. ഇപ്പോഴും അവരെ നിഷേധിക്കൂല, ഇല്ലേ? അങ്ങനെയാ രാമക്ഷേത്രം ഉണ്ടാക്കിയത്.
ആ രാമക്ഷേത്രം ഉണ്ടാക്കുമ്പോ രാമക്ഷേത്രത്തിന്റെ തറക്കല്ലിടുന്നാരാ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി. രാമക്ഷേത്രം ഉണ്ടാക്കിയിട്ട് ഉദ്ഘാടനം നിർവഹിക്കുന്നാരാ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ആരാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി? സത്യപ്രതിജ്ഞ ചെയ്ത ഇന്ത്യയുടെ ഭരണഘടന തൊട്ട്. എന്താ ഭരണഘടനയെ തൊട്ടിട്ട് പറയുന്നത്? എല്ലാ മതസ്ഥർക്കും തുല്യ അവകാശമുള്ള ഇന്ത്യയുടെ ഭരണഘടനയെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. എവിടുന്നാ സത്യപ്രതിജ്ഞ ചെയ്ത്? പാർലമെന്റിനകത്ത്. എന്താണ് പാർലമെന്റ്? ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ. ആ ശ്രീകോവിൽ ഒന്ന് പുതുക്കി പണിതു, പുതിയ പാർലമെന്റ് മന്ദിരം ഉണ്ടാക്കി. ആ പുതിയ പാർലമെന്റ് മന്ദിരം ഉണ്ടാക്കുമ്പോ അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടത് ആരാണ്? ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതി. ആണാണെങ്കിൽ പ്രഥമ പൗരൻ, പെണ്ണാണെങ്കിൽ പ്രഥമ വനിത. ഇപ്പൊ രാഷ്ട്രപതി പെണ്ണാണ്. എന്താണ് അവരുടെ പേര്? ദ്രൗപദി മുർമു. അവരെ വിളിച്ചോ പാർലമെന്റിന്റെ ഉദ്ഘാടനത്തിന്? വിളിച്ചില്ല. എന്താ കാരണം? BJPയുടെ തത്വശാസ്ത്രം. ആ തത്വശാസ്ത്ര പ്രകാരം അവരെ വിളിക്കാൻ പറ്റില്ല. കാരണം എന്താ? അവര് പട്ടികവർഗക്കാരിയാണ്, താണജാതിയാണ്, പട്ടികവർഗക്കാരിയാണ്, അവര് വിധവയാണ്, അവര് സ്ത്രീയാണ്, മൂന്നും ലക്ഷണക്കേടാണ്. അതുകൊണ്ട് പാർലമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചാരാ? നഗ്ന സന്യാസിമാർ. നമ്മുടെ നാട്ടിലൊക്കെ അമ്പലത്തിന് തറക്കല്ലിടലും ഉദ്ഘാടനം നടത്തലും ആരാണ്? സന്യാസിമാർ. ഇവിടെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചാരാണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി. തല കുത്തനെ കുല തത്തനെ. മനസ്സിലായില്ലെങ്കിൽ? പക്ഷെ വേറൊരു സുഖമുണ്ട്. കഴിഞ്ഞ മഴക്കാലത്ത് രണ്ടിനും ഒരു ഐക്യണ്ടായി. രണ്ട് സ്ഥലത്തും പ്ലാസ്റ്റിക്കിന്റെ ബക്കറ്റ് വേണം. നല്ല ചോർച്ച ഇല്ലേ? ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഈ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ഞങ്ങളെ ക്ഷണിച്ചു സീതാറാം യെച്ചൂരി. പോളിറ്റ് ബ്യൂറോ കൂടിയിട്ടില്ല, ഒരാലോചനയില്ല, ഒറ്റ വാക്കിൽ ഉത്തരം: ഞങ്ങൾ വരുകില്ല. എന്താ കാരണം? ഞങ്ങൾക്കൊരു നയമുണ്ട്. ഇതര മതസ്ഥരുടെ ആരാധനാലയം തകർത്ത് അവിടെ മറ്റൊരു മതസ്ഥരുടെ ആരാധനാലയം ഉണ്ടാക്കുന്നത് ഇന്ത്യൻ മതേതരത്വത്തിനെതിരാണ്, ജനാധിപത്യത്തിനെതിരാണ്. ആ ചടങ്ങിന് ഞങ്ങൾ വരികില്ല. കോൺഗ്രസിന് ക്ഷണക്കത്ത് കൊടുത്തു. കോൺഗ്രസ് AICC കൂടി ആലോചിച്ചു. ചിലര് പറഞ്ഞു പോവണം, ചിലര് പറഞ്ഞു പോവണ്ട, ചിലര് പറഞ്ഞു പോണ്ടണം. മനസ്സിലായി? ഉദ്ഘാടനത്തിന്റെ ദിവസം എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ്, ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പോയി, മന്ത്രിമാര് പോയി, UP-യിലെ MLA-മാര് പോയി, UP-യിലെ PCC പ്രസിഡന്റുമാര് പോയി, ഈ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിന്റെ MLA-മാരും MP-മാരും AICC മെമ്പർമാരടക്കം ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു. ഞങ്ങൾ പോയില്ല. അപ്പൊ മുരളീധരൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. K. മുരളീധരൻ, എന്റെ പഴയ നേതാവ്. എന്താ മൂപ്പര് പറഞ്ഞു? മൂപ്പര് പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്താ അമ്പലം? കമ്മ്യൂണിസ്റ്റുകാർക്ക് അമ്പലമുണ്ടോ? അമ്പലത്തിന്റെ ഉദ്ഘാടനത്തിൽ ഞങ്ങൾ പോയില്ല എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞാൽ അതൊരു വാർത്തയാണോ? കാരണം കമ്മ്യൂണിസ്റ്റുകാരന് അമ്പലമല്ലോ. എന്റെ പ്രിയപ്പെട്ട മുരളീധര, താങ്കളുടെ വന്യനായ പിതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രി K. കരുണാകരൻ ഈ ഭൂമി മലയാളം അങ്ങോട്ട് ആമ്പലം മറഞ്ഞാൽ, ഇവിടെ കൊടുങ്കാറ്റടിച്ചാൽ, തീമഴ പെയ്താൽ, എന്ത് സംഭവിച്ചാലും മലയാള മാസം 1-ാം തീയതി എന്ന് പറഞ്ഞ ഒരു തീയതി ഉണ്ടെങ്കിൽ ആ തീയതിയിൽ കരുണാകരൻ മുടങ്ങാതെ പോകുന്ന ഒരു ക്ഷേത്ര നഗരമുണ്ട് കേരളത്തിൽ. ആ ക്ഷേത്ര നഗരത്തിന്റെ പേര് ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്രം. യേശുദാസ് പാടിയ മനോഹരമായൊരു പാട്ടുണ്ട്. ഈ ചിലമ്പിച്ച ശബ്ദത്തിൽ ഞാനിപ്പോ അത് പാടിയാൽ ഒഴിവുള്ള കസേര എടുത്ത് നിങ്ങൾ എന്നെ എറിയുന്ന എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ പാടുന്നില്ല. ഞാനൊന്ന് പറയാം. എന്താ യേശുദാസ് പാടിയത്? ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും. യേശുദാസിന് പോകാം, അകത്തേക്ക് കയറാൻ പറ്റൂല. എന്താ കാരണം? യേശുദാസ് ക്രിസ്ത്യാനിയാണ്. ഇതര മതസ്ഥർക്ക് ഗുരുവായൂരമ്പലത്തിലേക്ക് പ്രവേശനമില്ല. എന്നാൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിലെ സകല ഹിന്ദുക്കളും തങ്ങളുടെ ദൈവത്തെ കാണാൻ, പ്രിയപ്പെട്ട ഭഗവാൻ കൃഷ്ണനെ കാണാൻ, പരാതികളും പരിഭവങ്ങളും പറഞ്ഞ് പ്രാർത്ഥിച്ച് പരിഹാരം ആവശ്യപ്പെടാൻ ഒരുമിച്ച് പോയി. അവരിൽ ചിലരുടെ മുമ്പിൽ ആ വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടു. എന്താ കാരണം? RSSന്റെ തത്വസംഹിത ഇന്ത്യയിലെ ഹിന്ദുവിനെ 4ആയി തിരിച്ചു. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ശൂദ്രനേക്കാൾ എന്താന്നവരുണ്ട്? പുലേരുണ്ട്, പറയരുണ്ട്. വർത്തമാനകാല കേരളത്തിൽ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി, പുലേര് പറയരെന്ന് പറഞ്ഞതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. തൊള്ളയിലെ പല്ല് നിലത്തുണ്ടാവും, വായിലേക്ക് നാവിടുന്നതിനും. അതാ കേരളം. താണജാതിക്കാരന് പ്രവേശനമില്ല ഗുരുവായൂരമ്പലത്തിലേക്ക്. അന്ന് ഇന്ന് എല്ലാവർക്കും പോവാ. എങ്ങനെയാ? RSSകാരും സന്യാസിമാരും വരൂ വരൂ കടന്നു വരൂ സോദരന്മാരെന്ന് പറഞ്ഞ് വിളിച്ചു കയറ്റിയതാ? അല്ല. ഇല്ലേ? ഗുരുവായൂർ അമ്പലത്തിൽ പോയ ആരെങ്കിലും ഇവിടെ ഉണ്ടാവും? ഉണ്ടെങ്കിൽ ഇനി പോകുമ്പോ ഒന്ന് ശ്രദ്ധിക്കുക. പോയവരുണ്ട്, ഇനി പോകുമ്പോ ശ്രദ്ധിക്കുക. അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. എന്താ ഗേറ്റിന്റെ പേര് അറിയോ? AKG ഗേറ്റ്. കമ്മ്യൂണിസ്റ്റുകാരുണ്ടാക്കിയല്ല. എങ്ങനെയാ ഈ താണജാതിക്കാരൻ അവിടെ പ്രവേശനം കിട്ടിയെന്നറിയോ? വലിയ സമരം നടന്നു ഗുരുവായൂരമ്പലത്തിലേക്ക്. ഗുരുവായൂർ സത്യാഗ്രഹം. ആ സമരത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റന്റെ പേര് സഖാവ് AKG. ആ സമരത്തിന്റെ കാലത്താണ് കൃഷ്ണപിള്ള ഗുരുവായൂരമ്പലത്തിന്റെ മണിയടിച്ചത്. അന്നുണ്ട് മുളവടിക്കാര് കൃഷ്ണപിള്ളയുടെ നടപ്പറ അടിച്ചിട്ട് കടപ്പറാക്കി. അന്നാണ് കൃഷ്ണപിള്ള പറഞ്ഞത്, ഉശിരുള്ള നായര് മണിയടിക്കും, നിലനക്കി നായര് പുറമടിക്കും. ഇല്ലേ? AKGന്റെ ഭാര്യന്റെ പേരറിയോ സഖാവിന്? വനിതാ സഖാക്കൾക്ക് അറിയോ? AKGന്റെ ഭാര്യന്റെ പേരെന്താ? എന്താ സഖാവ്? AKGയുടെ ഭാര്യയുടെ പേര് സുശീല ഗോപാലൻ. എനിക്കറിയാഞ്ഞിട്ടല്ല, ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചതാ. ഒരു ചെറിയ തിരുത്തുണ്ടാ പറഞ്ഞതിൽ. സുശീല AKGയുടെ 2ാമത്തെ ഭാര്യയാണ്. ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുമ്പോ സുശീല AKGയുടെ ഭാര്യ, അമ്മാവന്റെ മകൾ.
AKG നിരാഹാരം കിടക്കുമ്പോ അമ്മോശൻ കാക്ക, അങ്ങനല്ലേ പറയാ ഭാര്യ പിതാവിന്, അമ്മോശൻ കാക്ക വന്ന് മരുവനോട് പറഞ്ഞു എണീക്ക് എണീക്ക് എണീക്ക്, ഇത് നമ്മൾ ഉയർന്ന ജാതിക്കാർക്ക് മാത്രമുള്ള അമ്പലം, ഇവിടെ കണ്ട പറയനും പുലിയനും ഒക്കെ വരുന്നത് നമുക്ക് ക്ഷീണാണ്. അന്ന് AKG പറഞ്ഞൊരു മറുപടി ഉണ്ട്. എന്നെ കേൾക്കുന്ന ഇവിടെയുള്ള സകല മതവിശ്വാസികളും സ്വർണ്ണലിപിയിൽ എഴുതി വീടിന്റെ മുൻവശത്ത് ആണിയടിച്ച് തൂക്കിയിടണം. എന്താ AKG പറഞ്ഞത്? മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണെങ്കിൽ, എങ്ങനെ മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണെങ്കിൽ സൃഷ്ടാവിനെ കാണാൻ സകല സൃഷ്ടികൾക്കും തുല്യാവകാശമാണ്. അമ്മച്ചാക്ക് മനസ്സിലായി ചെക്കൻ ശരിയാവില്ല. നേരെ വീട്ടിൽ പോയി മോളെ കൈ പിടിച്ച് മറ്റൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. സഖാവ് AKGക്ക് സ്വന്തം ഭാര്യയെ നഷ്ടപ്പെട്ടത് മുരളീധര കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കാനല്ല, ഗുരുവായൂർ അമ്പലത്തിലേക്ക് സകല മനുഷ്യർക്കും ദർശനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സമരത്തിലാ. അതാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. മനസ്സിലായി നിങ്ങൾക്ക്? ഈ പാർട്ടി ഏത് മതത്തിനായത്? എന്നിട്ട് മുരളീധരനെ പോലെയുള്ള ആളുകൾ പറയും, ലീഗുകാർ പറയും, SDPIക്കാരനും RSSകാരനും പറയും കമ്മ്യൂണിസ്റ്റുകാരനും മതമല്ല. എന്താ കാരണം? കാറൽ മാർക്സ് പറഞ്ഞിട്ടുണ്ട്, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. അതൊന്ന് കാണിച്ചു നിങ്ങൾ. എവിടെയാ പറഞ്ഞെന്ന് കാണിച്ചു. എന്താ മാർക്സ് പറഞ്ഞത്? ഈ ലോകത്തിന്റെ ആത്മീയ ഗ്രന്ഥം തന്നെ മതമാകുന്നു. ഹൃദയമില്ലാത്ത ലോകത്തിന്റെ കാരുണ്യമാണ് മതം. മർദ്ദിതന്റെ നിശ്വാസമാണ് മതം. ആ മതം കറുപ്പുമാണ്. ഇറ്റ് ഈസ് എൻ ഓപ്പിയം. അതാ ഇംഗ്ലീഷ്. മനുഷ്യനെ മയക്കുന്നൊന്നുമില്ല. അത് നിങ്ങളെ വക കൂട്ടിയതാ. EMSന്റെ നിർവചനമുണ്ട്. മാക്സിന്റെ കാലഘട്ടത്തിൽ വേദനാ സംഹാരിയായി ഉപയോഗിച്ചിരുന്ന ഓപ്പിയം അഥവാ കറുപ്പ്. ഒരു മനുഷ്യൻ വേദന കൊണ്ട് പൊളിയാണെങ്കിൽ ഓപ്പിയം കൊടുത്ത ഒരാശ്വാസം കിട്ടും, ഇല്ലേ? ഇപ്പൊ ഇവിടെ സ്ത്രീകൾ ഇരിക്കുന്നുണ്ടല്ലോ, സ്ത്രീകൾ ഇരിക്കുന്നില്ലേ? പ്രസവിച്ചവരുണ്ടാവും, പ്രസവിക്കാത്തവരുണ്ടാവും. പ്രസവിച്ചു കഴിഞ്ഞപ്പോ നിങ്ങളെ ഭർത്താക്കന്മാർ നിങ്ങൾക്ക് ഒരു ടോണിക് കൊണ്ടു തന്നില്ലേ? ഇല്ലേ? പല വീടുകളിലും ഇപ്പോഴും ഉണ്ടാവും. പ്രസവിച്ചവരുണ്ടെങ്കിൽ വീട്ടിലുണ്ടാവും ടോണിക്. ആ ടോണിക്കിന്റെ കുപ്പി ഉണ്ടെങ്കിൽ പുറത്ത് അതിന്റെ ചേരുവ, ഇംഗ്ലീഷിൽ കണ്ടന്റ് എന്ന് പറയും, എന്നെടുത്ത് വായിച്ചു നോക്കുന്നു. അതിലൊരു 18-20% ബ്രാൻഡി ഉണ്ടാവും. എന്തിനാണ്? ഈ പ്രസവം കഴിഞ്ഞ സ്ത്രീകളുടെ രക്തശുദ്ധീകരണത്തിനും രക്തം അധികാൻ ഒന്ന് വർദ്ധിക്കാൻ, അതിനാണ്. അപ്പൊ ഒരുത്തം വിചാരിച്ചു എന്റെ ഭാര്യനെ ഒന്ന് ഉഷാറാക്കണം, ഓനൊരു കുപ്പി ബ്രാൻഡി വാങ്ങിക്കൊടുത്തു. എങ്ങനെ ഉണ്ടാവും? അതിന്റെ പേരാണ് RSS, അതിന്റെ പേരാണ് ജമാഅത്ത് ഇസ്ലാമി, അതിന്റെ പേരാണ് SDPI. ആ ബ്രാൻഡി കുപ്പിന്റെ, അതായത് മതവർഗീയത. മതം വേറെ, മതവർഗീയത വേറെ. മനസ്സിലായി നിങ്ങൾക്ക്? മതം വേറെയാണ്, മതവർഗീയത വേറെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ RSSനെ എതിർക്കുന്നത് പോലെ ഞങ്ങൾ എതിർക്കും, SDPI എതിർക്കും, ജമാഅത്ത് ഇസ്ലാമി എതിർക്കും, കാസ കൂസ സകലത്തിനെ എതിർക്കും. നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിക്കാരനോട് ചോദിച്ചു നോക്ക്, SDPIക്കാരനോട് ചോദിച്ചു നോക്ക്, RSSകാരനോട് ചോദിച്ചു നോക്ക്, കാസിയോട് ചോദിച്ചു നോക്ക്, നിങ്ങളുടെ മുഖ്യ ശത്രു ആരാൻ? ഒറ്റ വാക്കിൽ ഉത്തരം, ഞങ്ങളുടെ മുഖ്യ ശത്രു കമ്മ്യൂണിസ്റ്റുകാരാണ്. അത് ഞങ്ങൾക്കുള്ള അംഗീകാരമാണ്. ഞങ്ങൾ നേരിന്റെ വഴിയിലാന്നുള്ള തിരിച്ചറിവാണ്. മനസ്സിലായി നിങ്ങൾക്ക്? ഇപ്പോ മുസ്ലിം ലീഗ്, ഇപ്പം ഞാൻ അവസാനിപ്പിക്കുക, പല കാര്യങ്ങളും പറയാനുണ്ടെങ്കിൽ ഒന്ന് ചുരുക്കുക. ഇപ്പൊ ഈ അടുത്ത കാലത്ത് മലപ്പുറവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോ ലീഗ് പറയുന്ന ഒരു കാര്യമുണ്ട്. മലപ്പുറം എന്ന വാക്ക് കമ്മ്യൂണിസ്റ്റുകാർ മിണ്ടിപ്പോയി. ഏതോ ഒരു സിനിമയിലുണ്ടല്ലോ, ശ്രീനിവാസന്റെ സിനിമയിൽ മറ്റേ ഇതിനെ കുറിച്ച് പറയുന്ന പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം പറയുന്നു, ഇല്ലേ? അംസാക്ക ചോദിച്ചൊരു ചോദ്യം ഉണ്ട്, മലപ്പുറം എന്ന് പറഞ്ഞാൽ എന്റെ മൂത്താപ്പന്റെ വകയെന്ന് ചോദിച്ചില്ല അംസാക്ക. എന്നാൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ പറയും ഈ മലപ്പുറം ജില്ല ഉണ്ടല്ലോ അത് ഞങ്ങളുടെ മൂത്താപ്പന്റെ. എന്താ കാരണം? അൻവർ പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ? എന്താണ്? പിണറായിന്റെ വാപ്പന്റെ മാതിരിയാണ്. പിന്നെ ഇടക്കിടക്ക് മൂപ്പര് വാപ്പനെ മാറ്റി, അതിലേക്കൊന്നും എപ്പ കിടക്കുന്നില്ല. പിണറായിന്റെ വാപ്പന്റെ മാതിരിയാന്ന് അൻവർ പറഞ്ഞു, ഇല്ലേ? ഞങ്ങൾക്കും പിണറായി വാപ്പന്റെ മാതിരിയായി. ഈ നാട് സംരക്ഷിക്കുന്ന മനുഷ്യനാണ് പിണറായി, വാപ്പയാണ്. അപ്പം വാപ്പന്റെ മൂത്തേനെയാണ് ഞങ്ങൾ മൂത്താപ്പാന്ന് വിളിക്കുക. അങ്ങനെയുള്ള ഒരു മൂത്താപ്പായിരുന്ന സഖാവ് VM ശങ്കരൻ നമ്പൂതിരിപ്പാട് ഉണ്ടാക്കി തന്നതാണ് ഈ മലപ്പുറം, ഞങ്ങളെ മൂത്താപ്പന്റെ. നിങ്ങൾക്ക് എന്തേ സംശയമുള്ളത്? മലപ്പുറം ഞാൻ പലപ്പോഴും പറയേണ്ട, ആവർത്തിക്കുന്നില്ല. കേരളത്തിൽ മാത്രമല്ല, അന്തമാനിലൊക്കെ അടക്കണ്ട്. എന്താ കാരണം? 1921 അന്നിരുപത്തൊന്നിൽ നമ്മള് ഇമ്മലയാളത്തില് ഒത്തുചേർന്ന് വെള്ളയോടെ എതിർത്ത് നല്ല മട്ടില് നമ്മൾ ഉണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഏതു ഏറ്റ് മുട്ടുവാൻ. നമ്മളുടെ കാശു വാങ്ങി ഇംഗ്ലണ്ടിലേക്ക് അയക്കുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഏതു ഏറ്റ് മുട്ടുവാൻ. ഞാൻ സകല യോഗത്തിലും പാടി, നിങ്ങൾക്ക് തന്നെ കാണാപ്പാടായിരിക്കും ഈ പാട്ട്, ഇല്ലേ? ഞാൻ എല്ലാ യോഗത്തിലും ഇത് പാടലുണ്ട്. കാരണം എന്താ? 921 പറയണമെങ്കിൽ ഈ പാട്ട് പാടണം. ഈ പാട്ട് പാടിയപ്പോ ബാക്കിൽ നിന്ന് ചിലരൊക്കെ ഇങ്ങനെ തലയാട്ടിനെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അത് മോയിൻകുട്ടി വൈദ്യർ എഴുതിയതാണ്? ലീഗാരൊക്കെ അങ്ങനെ വിചാരിച്ചിരിക്കുന്നത്. എന്നിട്ട് ഓല് ഇങ്ങനെ തല ഇങ്ങനെ ആട്ടിക്കൊടുക്കും. 1921 100ാം വാർഷികം 2021 ആചരിച്ചു. നമ്മൾ ആചരിച്ചു, ലീഗ് ആചരിച്ചു, SDPI ആചരിച്ചു, ജമാഅത്ത് ഇസ്ലാമി, മുസ്ലിം ലീഗ്. നമ്മൾ ഈ പാട്ട് പാടി, ലീഗും ഈ പാട്ട് പാടി. ലീഗുകാർ വിചാരിച്ച മോയിൻകുട്ടി വൈദ്യർ എഴുതിയാണെന്ന്, ഇല്ലേ? SDPIക്കാരൻ ഈ പാട്ട് പാടി. SDPIക്കാരൻ ഒന്നുകൂടി പറഞ്ഞു. എന്താ പറഞ്ഞു? 21 ഊരിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല, ഇപ്പോഴുമുണ്ട് ഞങ്ങളുടെ കയ്യിൽ. ആ കത്തി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ആ കത്തി കൊണ്ടാണ് മഹാരാജാസിന്റെ തിരുമുറ്റത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞനിയൻ അഭിമന്യുവിന്റെ നെഞ്ചിലേക്ക്
നിങ്ങൾ കുത്തിക്കയറ്റിയത് ആ കത്തിയ. പ്രിയപ്പെട്ടവരെ, അഭിമന്യു കൊല്ലപ്പെട്ട ഒരാഴ്ച കഴിഞ്ഞപ്പോ തൃപ്പൂണിത്തറയിൽ സ്വരാജിന്റെ നാട്ടിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ഞാൻ നാട്ടിലേക്ക് മടങ്ങാൻ. എറണാകുളത്താണ് എന്റെ വണ്ടി. കാറിൽ മടങ്ങുമ്പോൾ കൂടെയുള്ള സഖാക്കളോട് ഞാൻ ചോദിച്ചു, സഖാക്കളെ, നിങ്ങൾ എന്നെ ഒന്ന് മഹാരാജാസിലേക്ക് കൊണ്ടുപോകൂ. പ്രിയപ്പെട്ടവരെ, അവരെന്നെ കൊണ്ടുപോയി. രാത്രിയുടെ 2-ാം യാമത്തിൽ മഹാരാജാസിന്റെ പിറകുവശത്തെ ഗേറ്റിനരികിൽ ഞാൻ ഇറങ്ങുമ്പോ ഞാൻ കണ്ട കാഴ്ച എന്താ അറിയോ? അവിടെ ആ വെളുത്ത ചുമരിൽ ചുവന്ന അക്ഷരങ്ങളിൽ നമ്മുടെ കുഞ്ഞനിയൻ അവസാനമായി എഴുതി വെച്ച അക്ഷരങ്ങൾ എന്താണെന്നറിയോ? വർഗീയത തുലയട്ടെ. ഇടുക്കിയിലെ വട്ടവടയിൽ നിറങ്ങി വന്ന ഒരു കാറ്റ് എന്റെ ചെവിയിലൂടെ മന്ത്രിച്ചു കടന്നുപോയി. ഞാൻ പറ്റ മകനെ. ആ കത്തി ഞങ്ങൾ മറക്കില്ല, ഇല്ലേ? പക്ഷെ ഈ പാട്ട് പാടിയത് ആരെന്നറിയോ? ലീഗിനും കോൺഗ്രസിനും SDP ക്കൊക്കെ ഇല്ലേ കേട്ടോ. കൊണ്ടോട്ടിക്കാരനായ സഖാവ് കമ്പളത്ത് ഗോവിന്ദൻ നായർ. കമ്പളത്ത് ഗോവിന്ദൻ നായരുടെ 1-2 ബാക്കി പടി ഇരിക്കുന്നുണ്ടായിരുന്നു, പോയി എനിക്ക് തോന്നുന്നു. അവർ പോയി. നമ്മുടെ സഖാക്കള് പായക്കാട് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ കമ്പളത്ത് ഗോവിന്ദൻ നായരുടെ മകളുടെ മകൾ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സഖാവേ, എന്റെ വല്യച്ഛനെ നിങ്ങൾ ഓർത്തല്ലോ. സഖാവ് കമ്പളത്ത് ഗോവിന്ദൻ നായർ ഈ കവിത എഴുതിയനാണ് പോലീസ് പിടിച്ചുകൊണ്ടുപോയി കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ അടിച്ചിട്ട് വിരല് തകർത്ത് കളഞ്ഞത്. ഈ കവിത പ്രസിദ്ധീകരിച്ചതിനാണ് ചരിത്രത്തിൽ ആദ്യമായി ദേശാഭിമാനി പത്രം ബ്രിട്ടീഷുകാർ അടച്ചുപൂട്ടിയത്. എന്റെ ചോദ്യം അതൊന്നുമല്ല. 1921 നടന്നത് ഇവിടെ നേരത്തെ ജയരാജൻ സഖാവ് പറഞ്ഞു, കർഷകനും കർഷക തൊഴിലാളികളും നടത്തുന്ന സമരത്തിന്റെ കൂടെ എക്കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഉണ്ട്. ഏറനാട് വള്ളുവനാട് താലൂക്കാണ് അന്ന്. മലപ്പുറം ഇല്ല. ഇവിടെ നിന്ന് നാട് കടത്തപ്പെട്ടവർ അന്തമാരിൽ ഉണ്ടാക്കിയ നാട് ഒക്കെ പറയാനും സമയമെടുക്കും, ഞാൻ ചുരുക്കാണ്. മലപ്പുറം, മഞ്ചേരി, നിലമ്പൂര്, പൂക്കോട്ടൂര് ഒക്കെ ഉണ്ട്. അന്നാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ബോംബെയിലേക്ക് വണ്ടി കയറിയത് ജിന്നയെ കാണാൻ. എന്താ കാരണം? 10,000 മരിച്ചു വീണ മണ്ണില് അനാഥ കുട്ടികളുടെ നിലവിളിയുയർന്നു. ജിന്നയെ കാണാൻ പോയി. കാണണമെങ്കിൽ എഴുതി കൊടുക്കണം, എഴുതി കൊടുത്തു. അനാഥ കുട്ടികളുടെ നിലവിളിയേറുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ സംസാരിക്കാൻ, താങ്കളുമായി സംസാരിക്കാൻ ഒരു സമയം തരണം. ആ കടലാസ് ചുരുട്ടിക്കുട്ടി ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ജിന്ന പോയത്, കോട്ടിട്ട് പോയത് പള്ളിയിലേക്കല്ല ക്ലബ്ബുകളിലേക്കെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. മദ്യപിക്കുന്ന, പന്നിമാംസം തിന്നുന്ന, നമസ്കരിക്കാത്ത ജിന്ന ഉണ്ടാക്കിയ ലീഗ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ദ ഹിന്ദുവിലും ഡക്കാൻ ഹെറാൾഡിലും എഴുതിയ ലേഖനം കണ്ട് പഞ്ചാബിലെയും UP-ലെയും സമ്പന്നരായ മുസ്ലിങ്ങൾ വന്ന് കോഴിക്കോട്ടെ ആദ്യത്തെ അനാഥശാല ഉണ്ടാക്കി, JDT ഇസ്ലാം അനാഥശാല. സാന്ദർഭികമായി പറയാണ്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കണ്ടോ? കഴിഞ്ഞ സെപ്റ്റംബർ 30-ാം തീയതി മലയിടിഞ്ഞ് കുന്നിടിഞ്ഞ് മേപ്പാടിയിലെ മലമടക്കുകളിൽ നിന്ന് പുഞ്ചിരിമറ്റം ഇല്ലാതെയായി, മുണ്ടക്കൈ ഇല്ലാതായി, ചൂരൽമറ്റം എന്ന് പറയുന്ന ഈ നാടേ ഇല്ലാതായി, ഇല്ലേ? അവിടെ നിന്ന് ഉയർന്ന ഒരുപാട് കുട്ടികളുടെ നിലവിളി. അമ്മിഞ്ഞപ്പാല് കിട്ടാതെ കുട്ടികൾ നിലവിളിച്ചപ്പോ പ്രിയപ്പെട്ടവരെ, മനോഹരമായ ഒരു കാഴ്ച ഈ കേരളത്തിൽ നമ്മൾ കണ്ടില്ലേ? ഈ കേരളത്തിന്റെ നാനാഭാഗത്തുള്ള ഒരുപാട് അമ്മമാര്, ഉമ്മമാര് പറഞ്ഞു, ആ കുട്ടികൾക്ക് അമ്മിഞ്ഞപ്പാല് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇത്ര മധുരമുള്ളൊരു അമ്മിഞ്ഞപ്പാല് ലോകത്താര് കുടിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ? അമ്മിഞ്ഞപ്പാൽ ഊമ്പി കുടിച്ച മക്കൾക്കറിയോ ഏത് ജാതിയിൽപ്പെട്ട മതത്തിൽപ്പെട്ട ഉമ്മയുടെ അമ്മയുടെ അമ്മിഞ്ഞപ്പാലാ ഞാൻ കുടിച്ചത്? ആ അമ്മക്കും ഉമ്മക്കും അറിയോ ഏത് കുട്ടിക്കാണ്, ഏത് ജാതിയിൽപ്പെട്ട മതത്തിൽപ്പെട്ട കുട്ടിക്കാണ് കൊടുത്തത്? അത്രേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ, അത്രേ ഉള്ളൂ. സാന്ദർഭികമായ ഒരു കാര്യം പറയാം. ഇവിടെ ജയരാജേട്ടൻ പറഞ്ഞല്ലോ, താടിക്കാരനായ നരേന്ദ്രമോദിയുടെ താടിക്ക് ഇങ്ങനെ ഒഴിഞ്ഞ ഒരു കുട്ടിയെ കുറിച്ച്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയോ ആ കുട്ടി ആരാണ്? നിങ്ങൾക്കറിയോ? കാഞ്ചനമാലയോടൊപ്പം ഒരു മാസം മുമ്പ് മേപ്പാടിയിൽ ഞാൻ പോയപ്പോ ചൂരൽമലയിലെത്തിയപ്പോ എന്റെ കൂടെയുള്ള സഖാവ് ചൂണ്ടിക്കാണിച്ചു വന്നു, സഖാവേ, 1 കൊല്ലം മുമ്പ് നിങ്ങൾ വന്ന് പ്രസംഗിച്ച കെട്ടിടമായിരുന്നു അത്. അതിന്റെ പാതിയേ ഇപ്പൊ ഉള്ളൂ. അതിന്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ പാർട്ടി ഓഫീസ് ഉണ്ട്. അതിന്റെ ഇപ്പുറത്തുള്ള ബിൽഡിങ്ങിന്റെ മുകളിൽ കേരള ബാങ്ക് ഉണ്ട്. അതൊക്കെ കണ്ട് സംസാരിച്ച് അവിടെ നിൽക്കുമ്പോ മേപ്പാടിയിൽ നിന്നൊരു സഖാവ് വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ഉമ്മയും മകളും ഇവിടെ നിൽക്കുന്നുണ്ട്, അവർക്ക് കാഞ്ചനമാലയെ കാണണം. ഏതാ ഉമ്മ എന്നറിയോ നിങ്ങൾക്ക്? ഞാനന്ന് ചൂരൽമലയിൽ പ്രസംഗിക്കുമ്പോ എന്റെ പ്രസംഗത്തിന് നന്ദി പറഞ്ഞൊരു സഖാവുണ്ടായി. ആ സഖാവിന്റെ പേര് ഷാജഹാൻ. ആ ഷാജഹാന്റെ മകളാണ് നരേന്ദ്രമോദിയുടെ താടിയിൽ ഇങ്ങനെ ഒഴിഞ്ഞത്. പ്രളയം കൊണ്ടുപോയി അവനെ മാത്രമല്ല, അവന്റെ ഉമ്മയെ, അവന്റെ ബാപ്പയെ, അവന്റെ സഹോദരിമാരെ, അവന്റെ സഹോദരന്മാരെ. മേപ്പാടിയിലേക്ക് പോയി കാഞ്ചനമാലയോടൊപ്പം ഞാനും. മേപ്പാടി ബസ് സ്റ്റാൻഡിൽ വെച്ച് ആ കുട്ടിയെ എടുത്ത് ലാളിക്കുമ്പോൾ ആ കുട്ടിയുടെ ഉമ്മയോട് ഞാൻ അറിയാതെ പറഞ്ഞുപോയി, അന്നത്തെ പൊതുയോഗത്തിൽ എനിക്ക് നന്ദി പറഞ്ഞത് ഷാജഹാനായിരുന്നു. വിതുമ്പിപ്പോയ ഉമ്മയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പ്രിയപ്പെട്ടവരെ ഞാൻ പെട്ട പാട് ഇന്ന് എനിക്കും അറിഞ്ഞൂടാ. കണ്ണീരിന്റെ ലോകത്തേക്ക് തിരിഞ്ഞു നോക്കാത്ത നരേന്ദ്രമോദിമാരെ കുറിച്ച് നമുക്ക് എന്തു പറയാം? ഞാൻ അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല. സാന്ദർഭികമായി വയനാട് പറഞ്ഞപ്പോ ഓർമ്മയിലേക്ക് വന്ന ഒരു അനുഭവം മാത്രം ഞാൻ പറഞ്ഞതാ. ഇല്ലേ, അങ്ങനെ നിലവിളിച്ച 921 കുട്ടികളെ തിരിഞ്ഞു നോക്കാൻ ആരുണ്ടായിരുന്നു? ഈ 921 ഒറ്റ കാര്യം ഞാൻ ലീഗിന്റെ ആളുകളോട് ആവർത്തിച്ച് വെല്ലുവിളിക്കാം.
ഒരുപാട് സ്റ്റേജുകളിൽ ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. കാരണം എന്താ, 2 മാസം മുമ്പ് മലപ്പുറം കളക്ടറേറ്റിന് മുമ്പിൽ വെച്ച് ഷാജിന്റെ പ്രസംഗം, KM ഷാജിന്റെ എന്താ പ്രസംഗിച്ചത്? മലപ്പുറം കളക്ടറേറ്റിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ്, ഈ കളക്ടറേറ്റ് ഉണ്ടല്ലോ, ഇത് പഴയ ബ്രിട്ടീഷുകാരന്റെ പട്ടാള ബാരക്കായിരുന്നു. അവിടെ 921 മാപ്പിളയുടെ നിലവിളിയുണ്ട്, അവന്റെ മാംസമുണ്ട്, മജ്ജയുണ്ട്. 921 പ്രചോദനമുണ്ട്. മുമ്പിലുള്ള യൂത്ത് ലീഗുകാരെ എങ്ങനെ പ്രചോദിപ്പിക്കുക? ഇല്ലേ? ഒറ്റ ചോദ്യം KM ഷാജിയോടും ലീഗിനോടും, 1921 സമരത്തിൽ പങ്കെടുത്ത ഒറ്റ മുസ്ലിം ലീഗുകാരന്റെ പേര് പറ, താനും തന്റെ പാർട്ടിയും ഉണ്ടോ? ഇല്ല. എന്താ കാരണം? ഞാൻ ഈ പറഞ്ഞ പാട്ടുപാടി ആവേശത്തോടെ ജനങ്ങൾ 921 സമരത്തിൽ പങ്കെടുക്കുമ്പോ ലീഗ് നിങ്ങൾ പാടിയൊരു പാട്ടുണ്ട്. എന്താണ് ആ പാട്ട്? പൊട്ടിപ്പുറം പുണ്ണാക്കുവാനുളരണ്ട, പോലീസുകാരുടെ തല്ലുകൊണ്ടിളിയണ്ട. സമരത്തിന് പോണ്ട ചെറുപ്പക്കാരോട്. ഒരു കാലവും താരുമോ മഹാരാജൻ. ആ വരികൾ എനിക്ക് കാണാപ്പാടില്ല. ഒരിക്കലും തരുകില്ല മഹാരാജാവ് സ്വാതന്ത്ര്യം. അതുകൊണ്ട് പൊട്ടിപ്പുറം പുണ്ണാക്കുവാനുളരണ്ട, പോലീസുകാരുടെ തല്ലുകൊണ്ടിളിയണ്ട. നമ്മുടെ പൗരത്വ നിയമകാലത്ത് സഖാവ് പിണറായി മലപ്പുറം കുന്നിന്റെ ഇങ്ങേപ്പുറത്ത് നിന്നിട്ട് പ്രസംഗിച്ച ഒരു വാക്ക് ഞാനിപ്പോഴും ഓർക്കുക. ഈ കുന്നിന്റെ അപ്പുറത്താണ് വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദാജി വെടിയേറ്റു മരിച്ചത്. വെടിവെക്കുമ്പോ കുഞ്ഞഹമ്മദാജി പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ പിറകിൽ നിന്ന് വെടിവെക്കരുത്, എന്റെ കണ്ണ് കെട്ടരുത്, എന്റെ മുമ്പിൽ നിന്ന് വെടിവെക്കണം, എന്റെ നെഞ്ചിലേക്ക് വരുന്ന വെടിയുണ്ടകളെ എനിക്ക് കാണണമെന്ന് പറഞ്ഞ ധീരനായ വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദാജി. കോയമ്പത്തൂർ ജയിലിൽ തൂക്കിക്കൊല്ലപ്പെട്ട അലി മുസ്ലിയാർ, അവര് ബ്രിട്ടീഷുകാരനും സാമ്രാജ്യത്വത്തിനും എതിരെയുള്ള പോരാട്ടത്തിന് ആളുകളെ വിളിച്ചപ്പോ അതിൽ നിഷേധാത്മകമായ മുദ്രാവാക്യം വിളിച്ച ലീഗ് ഒറ്റയാളെ പേര് പറയും. 1921 ബ്രിട്ടീഷുകാർ പോകുന്നവരെ ഒരക്ഷരം ലീഗ് അതിനെതിരെ സംസാരിച്ചിട്ടുണ്ടോ? ബ്രിട്ടീഷുകാരനെതിരെ 1942 ഉണ്ടാക്കിയതാണ്, ആ ഓഗസ്റ്റിൽ ഉണ്ടാക്കിയതാണ് ജമാഅത്ത് ഇസ്ലാമി. എന്നെ കേൾക്കുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാരുണ്ടെങ്കിൽ വെല്ലുവിളിക്കാൻ ഞാൻ. 1940 ആഗസ്റ്റ് 15 ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകുന്നവരെ 921 അനുകൂലിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു അക്ഷരം പറഞ്ഞിട്ടുണ്ടോ ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ? ഇല്ല. എന്നാ ഞങ്ങൾ പറഞ്ഞു. എങ്ങനെയാ പറഞ്ഞത്? ലോകത്തോട് മുഴുവൻ ബ്രിട്ടൻ പറഞ്ഞു അത് മാപ്പിള കലാപമായിരുന്നു, വർഗീയ കലാപമായിരുന്നു. 1921 റഷ്യയിലെ താസ്കന്റിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിട്ടില്ല. മഹാനായ ലെനിൻ ബംഗാളുകാരനായ അഭിനവ് മുഖർജിയോട് പറഞ്ഞു, നിങ്ങൾ തെക്കേ ഇന്ത്യയിലേക്ക് പോകണം, അവിടെ ഇങ്ങനെ നടന്നൊരു സംഭവം ഉണ്ട്, അന്വേഷിക്കണം, വിവരം തരണം. വിവരം തന്നു. ലോകത്തോട് ലെനിൻ പറഞ്ഞു, തെക്കേ ഇന്ത്യയിൽ മലബാറിൽ കർഷകരും കർഷക തൊഴിലാളികളും ആയുധമെടുത്ത് പോരാടി ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തി അവരൊരു നാടുണ്ടാക്കി. ആ നാടിന്റെ പേര് മാപ്പിള നാടെന്നല്ല, മലയാള നാട് എന്ന് ലോകത്തോട് ആദ്യമായി വിളിച്ചു പറഞ്ഞത് മഹാനായ ലെനിൻ. 21ന്റെ 25ാം വാർഷികം 1946 പെരിന്തൽമണ്ണയിൽ വെച്ച് ഞങ്ങളുടെ പാർട്ടി ആചരിച്ചു. അന്ന് EMS എടുത്തൊരു പ്രമേയുണ്ട്, ആഹ്വാനവും താക്കീതും. എന്താ ആഹ്വാനം? കർഷക സമരത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുവാനുള്ള ആഹ്വാനം, ജന്മിത്തത്തിനെതിരെയുള്ള ആഹ്വാനം. ആരാ EMS? അന്ന് കേരളത്തിലെ സകല മനുഷ്യർക്കും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിയുമായിരുന്ന 10,000 പറ നെല്ല് പാട്ടമളക്കാൻ കഴിയുന്ന ഏലംകുളം മനക്കല നമ്പൂരിക്കുട്ടിയുടെ പേരാണ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. ആ മനുഷ്യൻ മരിക്കുമ്പോഴേ 4,500 രൂപ അയാളുടെ കയ്യിൽ ബാക്കിണ്ടായിരുന്നു. അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അയാൾ പറയാണ് ജന്മിത്വത്തിനെതിരെയുള്ള പോരാട്ടം. അടുത്ത വരി എന്താണ്? താക്കീത്. എന്താ കാരണം? അന്ന് ആ സമരം വഴിതെറ്റിയിട്ടുണ്ട് ചിലയിടങ്ങളിൽ. ഇന്നിവിടെ കേരളത്തിൽ നമ്മൾ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോ SDPIയും ജമാഅത്ത് ഇസ്ലാമിയുമുള്ള വർഗീയവാദികളും ഈ ന്യൂനപക്ഷക്കാരാണ്. അന്നുമുണ്ട് ഇതുപോലത്തുള്ള ജമാഅത്ത് ഇസ്ലാമിക്കാരും SDPIയും പോലെ സ്വഭാവമുള്ളവര്. അവർ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട്, ഹിന്ദുക്കളെ മതം മാറ്റിയിട്ടുണ്ട്. അതിനെതിരെയുള്ള താക്കീത്. രണ്ടും അന്നും പറയും CPM, ഇന്നും പറയും CPM. ഒരു നയ. അത് കഴിഞ്ഞ് സഖാവ് AKG പ്രസംഗിച്ചു. ഞാൻ ചുരുക്കാൻ അവസാനിപ്പിക്കാം. AKGയെ പിടികൂടി ജയിലിലിട്ടു പോലീസുകാർ. ഇവിടെ പ്രസംഗിച്ചതിന് ബ്രിട്ടീഷ് പോലീസുകാർ 1947 സകല രാഷ്ട്രീയ തടവുകാരെയും വിട്ടയച്ചപ്പോ കോൺഗ്രസ് AKGയെ വിട്ടയച്ചില്ല. അതുകൊണ്ടാണ് കണ്ണൂർ ജയിലിലെ 32ാം സെല്ലിൽ നിന്ന് പുറത്തിറങ്ങി കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മുറ്റത്ത് ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയ മനുഷ്യന്റെ പേര് സഖാവ് AK ഗോപാൽ എന്ന AKG. ഇല്ലേ? ആ 921 കഴിഞ്ഞപ്പോ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമമാണ് എന്റെ പ്രിയപ്പെട്ട ലീഗ്, പള്ളി നിരോധനം, മദ്രസ നിരോധനം. ഒരുപാട് പ്രസംഗിച്ച് ആവർത്തിക്കുന്നില്ല. പുനഃസ്ഥാപിക്കാൻ ലീഗ് ഉണ്ടായോ? കോൺഗ്രസ് ഉണ്ടായോ? 50ൽ മദിരാശി ഭരിച്ചു ലീഗ്. നിങ്ങൾ തിരുത്തിയോ? ഇല്ല. 57 EMS വന്നപ്പോ പുലാമന്തോളിൽ സ്വീകരണം കൊടുത്തു. അദ്ദേഹത്തിന് നിവേദനം കൊടുത്തു. നിവേദനം കൊടുത്ത EMS നിവേദനം വായിച്ചിട്ട് പറഞ്ഞു, വഹല് പറഞ്ഞ പണവും വഖഫ് ചെയ്ത ഭൂമിയും ഉണ്ടായിട്ടും പള്ളി ഉണ്ടാക്കാൻ കഴിയാത്ത മുസൽമാനെ ഇനി ഞാൻ തിരുവനന്തപുരത്തേക്ക് നടത്തില്ല, പരിഹാരം ഉണ്ടാക്കും. എന്നാ ഏപ്രിൽ 25 അത് കഴിഞ്ഞ ഒരു മാസം മെയ് 25, 5 ദിവസം കഴിഞ്ഞപ്പോ മെയ് കഴിഞ്ഞു. 7 ദിവസം കഴിഞ്ഞപ്പം ജൂൺ 7 EMSന്റെ ഗവൺമെന്റ് ഉത്തരവിറക്കി പള്ളി ഉണ്ടാക്കാൻ, മദ്രസ ഉണ്ടാക്കാൻ.
ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി അങ്ങ് എൻ്റെ കൂടെ കാറിലൊന്ന് വരണേ. ആ കോപ്പിന്റെ ഓർഡർ ഞങ്ങൾക്ക് തന്നിട്ടേ പോകും. എല്ലാം ഞാൻ പറയും കൊളായി ബടായും വിട്ട് പോയി. ആ ഓർഡർ വാങ്ങിയിട്ട് സഖാവിന്റെ അടുത്ത് നിന്ന് പോവും. കയ്യിലുണ്ട്, എന്റെ കയ്യിലുണ്ട് ആ ഓർഡർ. ഇല്ലേ, ഞങ്ങളാ കൊണ്ടുവന്നേ. പള്ളികൾ ഉണ്ടാക്കാൻ നിയമം കൊണ്ടുവന്നേ ഞങ്ങളാ. മദ്രസകൾ ഉണ്ടാക്കാൻ ഇന്ന് ഈ നാട്ടിൽ ഇഷ്ടം പോലെ പള്ളിയുണ്ട്, ഇഷ്ടം പോലെ മദ്രസ ഉണ്ട്. ആ മദ്രസയും പള്ളിയും ഉണ്ടാക്കാൻ നിയമം കൊണ്ടുവന്ന് കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ മിസ്റ്റർ നരേന്ദ്രമോദി നിങ്ങളിപ്പോ പറഞ്ഞല്ലോ മദ്രസകൾ അടച്ചുപൂട്ടുന്നത്. ഈ കേരളത്തിലെ ഒരു മദ്രസയും അടച്ചുപൂട്ടാൻ നരേന്ദ്രമോദിക്ക് പറ്റില്ല. ഞങ്ങളാ നിയമം കൊണ്ടുവന്ന് മദ്രസ ഉണ്ടാക്കാൻ, പള്ളി ഉണ്ടാക്കാൻ. ലീഗാരിങ്ങളെ കൂടെ ഏനാമ്പയും വിളിച്ചു പോരും. ഓലങ്ങൾ കാക്കണ്ട, ഞങ്ങള് പ്രതിരോധിക്കാണ്ടാവും. ഇല്ലേ, മലപ്പുറം നീർച്ച ബ്രിട്ടീഷുകാരെ നിരോധിച്ചു. നീർച്ച എന്ന് പറഞ്ഞാൽ ജമാഅത്തുകാരന് തിരിയും. ഈ കേരളത്തിലെ മുസ്ലിങ്ങളുടെ മഹാഭൂരിപക്ഷം സുന്നികളാ. സുന്നികൾക്ക് നീർച്ച ഉണ്ടാവും. കമ്മ്യൂണിസ്റ്റുകാർക്ക് നീർച്ച ഉണ്ടോ? പിന്നെ ഞങ്ങളും അതും തമ്മിലുള്ള ഒരു സാമ്യം എന്താ അറിയോ? മുസൽമാന്റെ നിലനിൽപ്പിന്റെ യുദ്ധമായിരുന്നു ബദർ. ആ ബദർ യുദ്ധത്തിൽ പൊരുതി മരിച്ച ഒരുപാട് മനുഷ്യരുണ്ട്. അവരെ വിശ്വാസികൾ പറയൽ ശുഹദാക്കൾ. ഞങ്ങളുടെ ഭാഷയെ പറഞ്ഞ രക്തസാക്ഷികൾ. ഞങ്ങൾ രക്തസാക്ഷി ഇതിനെ ആചരിക്കുന്നു. അതുകൊണ്ടാണല്ലോ സുന്നികൾ ബദരീങ്ങളെ ആണ്ട് ആചരിക്കുന്നത്. അപ്പോത്തിന് ജമാഅത്തുകാരൻ അത് പിന്നെ തെറ്റാണ്, ഇസ്ലാമിനെതിരാണ്. നിങ്ങൾക്കൊരു കഥയൊക്കെ മലപ്പുറം നീർച്ച. മലപ്പുറം നീർച്ച എന്താ ബ്രിട്ടീഷുകാരെ നിരോധിച്ച്? നിങ്ങൾ കണ്ണൂർ കാസർഗോഡ് വയ്ക്ക് വന്ന് നോക്കി. ഞാൻ ഈ പറഞ്ഞ മുണ്ടക്കയിലെ ഒരു പള്ളി തകർന്ന ചിത്രങ്ങൾ കാണും. അതിന്റെ മുമ്പിൽ മുണ്ടക്കയിലെ സഹോദരന്മാരെ, ഹിന്ദു സഹോദരന്മാരെ കണ്ടപ്പോൾ ഓലിനോട് ചോദിച്ചു, സഖാവേ നബിദിനം അടുക്കാറായില്ലേ? ഞാൻ ചോദിച്ചു, എങ്ങനെ നിങ്ങൾക്ക് ഓർമ്മ ഈ പള്ളിയിലെ നബിദിനത്തിന്റെ ആഘോഷത്തിന്റെ മുമ്പിൽ ഞങ്ങളുണ്ടായാലും? കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ പോയി നോക്കുങ്ങൾ. അവിടെ നേർച്ചക്ക് പള്ളിയിൽ നിന്ന് ഒരു സാധനം അങ്ങോട്ടുണ്ടാവും, അമ്പലത്തിലെ ഉത്സവത്തിന് പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും. അങ്ങനെ ഒരു സൗഹൃദത്തിന്റെ പ്രതീകം കൂടിയാ നീർച്ച. മലപ്പുറം നീർച്ച ബ്രിട്ടീഷുകാർ നിരോധിച്ചു, പുനഃസ്ഥാപിച്ച ഞങ്ങളാ കമ്മ്യൂണിസ്റ്റുകാര്. ഇല്ലേ, MSPയിലേക്ക് മുസ്ലിങ്ങൾക്ക് പ്രവേശനം. 1967 മലപ്പുറം ജില്ലാ രൂപീകരണം, അറബി ഉറുദു ഭാഷാധ്യാപകരെ നിയമിക്കൽ, മുസ്ലിം പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ്, ഹജ്ജ് ഹൗസിന്റെ നിർമ്മാണം, അതിന്റെ ഉദ്ഘാടനം ഒക്കെ ഞങ്ങളാ. മനസ്സിലായ നിങ്ങൾക്ക്? ഞാൻ അതിന്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല, ചുരുക്കാം. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു മാസം മുമ്പ് എറണാകുളത്തൊരു യോഗം. എന്താ യോഗം? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് പിണറായി ഗവൺമെന്റ് മുസ്ലിങ്ങൾക്കെതിരാണ്, ഇസ്ലാമോഫോബിയാണ്. ആരാ സംഘടിപ്പിച്ചത്? ജമാഅത്തെ ഇസ്ലാമി. ആരാ പങ്കെടുത്തത്? ലീഗ്, SDPI, കോൺഗ്രസ്, സകലും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവരിത് ഇപ്പൊ തുടങ്ങിയാണ്? എന്ന് തുടങ്ങിയിട്ടുണ്ട് താങ്കൾ വിചാരിക്കുക? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 80കളിൽ മലപ്പുറം ജില്ലയിലെ MSFന്റെ പ്രസിഡന്റിന്റെ പേര് AP അഹമ്മദ്. ആള് ചന്ദ്രികയുടെ എഡിറ്റർ കൂടിയായിരുന്നു. അന്നത്തെ ചന്ദ്രികയുടെ ചീഫ് എഡിറ്ററുടെ പേര് മങ്കട അബ്ദുൽ അസീസ് മൗലവി. AP അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ തിരുവനന്തപുരത്ത് പോകണം, സർക്കാർ രേഖകൾ പരിശോധിക്കണം, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ മുസ്ലിങ്ങൾക്കെതിരെ കൊണ്ടുവന്ന നിയമങ്ങളെ കുറിച്ച് പരിശോധിക്കണം. AP അഹമ്മദ് എഴുതി വെച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പുസ്തകത്തിലുണ്ട്. 84 രേഖകൾ അദ്ദേഹം പരിശോധിച്ചു. ഓരോ രേഖകൾ പരിശോധിക്കുമ്പോഴും സത്യം ഇങ്ങനെ തിരിച്ചറിയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു ചരിത്ര കഥയുണ്ട്. പ്രവാചകനെ കൊല്ലാൻ ഊരിപ്പിടിച്ച വാളുമായി വന്ന ഉമറിന്റെ കഥ. പ്രവാചകന്റെ മുമ്പിലെത്തി സത്യം തിരിച്ചറിച്ചപ്പോ പ്രവാചകനെ കൊല്ലാൻ ഊരിയ വാള് ഉറയിലിട്ട് ഇസ്ലാം മതം സ്വീകരിച്ച ഉമറിന്റെ കഥ എന്നതുപോലെ സത്യം തിരിച്ചറിയാൻ തുടങ്ങിയപ്പോ തന്റെ കറുത്ത മഷിയുള്ള പേന കൊണ്ട് വെളുത്ത കടലാസിൽ AP അഹമ്മദ് എഴുതാൻ തുടങ്ങി. ആ എഴുതിയതുമായി നേരെ മങ്കട അബ്ദുൽ അസീസ് മൗലവിയുടെ അടുത്തെത്തിയിട്ട് പറഞ്ഞു, ഞാൻ എഴുതി തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇത് ചന്ദ്രികയിൽ പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല. അപ്പൊ മങ്കട അബ്ദുൽ അസീസ് മൗലവി ചോദിച്ചു, അതെന്താ കാരണം? അപ്പൊ AP അഹമ്മദ് പറഞ്ഞു, ഞാൻ സത്യം മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പൊ മങ്കട അബ്ദുൽ അസീസ് മൗലവി പറഞ്ഞു, എന്നാൽ ഞാനതൊന്ന് വായിക്കട്ടെ. അതിന്റെ ആദ്യത്തെ വരി എന്താ അറിയോ? വാളയാർ ചെക്ക് പോസ്റ്റിനപ്പുറത്ത് പുഴുക്കളെ പോലെ ജീവിക്കുന്ന മുസൽമാന് ഈ കേരളത്തിനകത്ത് നട്ടെല്ല് നിവൃത്തി ജീവിക്കാൻ ഒരു കാരണക്കാരനുണ്ടെങ്കിൽ അയാളുടെ പേര് ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്നാണ്. ഒരുപാട് കാലത്തിനിപ്പുറം AP അഹമ്മദ് വെടിഞ്ഞം കടപ്പുറത്ത് ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ പോയി. പൊതുയോഗമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചിറങ്ങാൻ നേരത്ത് ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു. ആ മനുഷ്യൻ ഒരു കണ്ണിനെ കാഴ്ച, ഒരു കണ്ണിങ്ങനെ ചീഞ്ഞു കിടക്കുക. അയാളുടെ പേര് അബ്ദുൽ ജബ്ബാർ എന്നാണ്. ഒറ്റക്കണ്ണനായ അബ്ദുൽ ജബ്ബാർ AP അഹമ്മദിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, പ്രസംഗത്തിനിടയിൽ നിങ്ങൾ മലപ്പുറം ജില്ലക്കാരനാണ് എന്നെനിക്ക് മനസ്സിലായി. മലപ്പുറം ജില്ലക്കാരനായ നിങ്ങളെ കാണാനും നിങ്ങളെ കൈപിടിക്കാനും നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞതും മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. AP അഹമ്മദ് ചോദിച്ചു, അതെന്താ അങ്ങനെ നിങ്ങൾ മലപ്പുറം ജില്ലയോടുള്ള ഇത്ര വലിയ സ്നേഹം? ഒറ്റക്കണ്ണനായ അബ്ദുൽ ജബ്ബാർ പറഞ്ഞു, ഞാൻ ജനിച്ച നാള് മുതൽ എന്റെ 2 കണ്ണിനും കാഴ്ചയില്ലായിരുന്നു. ഞാൻ ഈ ലോകത്തെ കണ്ടിട്ടില്ല, നീലാകാശത്തെ കണ്ടിട്ടില്ല, പൂക്കളെ കണ്ടിട്ടില്ല, ചിത്രശലഭങ്ങളെ കണ്ടിട്ടില്ല, വസന്തകാലങ്ങളെ കണ്ടിട്ടില്ല. ഇപ്പൊ എനിക്കൊരു കണ്ണിന് കാഴ്ചയുണ്ട്. ഞാൻ ഈ ലോകത്തെ ആകെ കണ്ടുകൊണ്ടിരിക്കുക. ഈ കാഴ്ചയുള്ള കണ്ണുണ്ടല്ലോ, ഇതെനിക്കൊരാൾ സംഭാവന ചെയ്തതാണ്. ആ സംഭാവന ചെയ്ത ആളുണ്ടല്ലോ, അയാൾ മലപ്പുറം ജില്ലയിലുള്ള ആളാണ്. അയാളുടെ പേര് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും. അവരുടെ പേര് ആര്യ അന്തർജനം എന്നാണ്. കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി സഖാവ് EMSന്റെ ഭാര്യ ആര്യ അന്തർജനം ദാനം ചെയ്ത കണ്ണുകൊണ്ട് ലോകത്തെ കണ്ട അബ്ദുൽ ജബ്ബാർ AP അഹമ്മദുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ തൊട്ടടുത്ത പള്ളിയിൽ ബാങ്ക് കൊടുത്തു. അബ്ദുൽ ജബ്ബാർ പള്ളിയിലേക്ക് ഓടി. നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ
AP അഹമ്മദ് കാറ് കയറുന്ന AP അമ്മന്റെ കൈ പിടിച്ചിട്ട് അബ്ദുൽ ജബ്ബാർ പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഓടിപ്പോയാൽ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പള്ളിയിലേക്ക് പോയതാ. എന്റെ 2 കണ്ണിനും കാഴ്ചയില്ലാത്ത കാലത്ത് എനിക്ക് പള്ളിയിലേക്ക് പോകാനൊന്നും പറ്റില്ല. ഇപ്പൊ എനിക്ക് 1 കണ്ണിന് കാഴ്ച കിട്ടിയപ്പോൾ 5 നേരവും മുടങ്ങാതെ ഞാൻ പള്ളിയിൽ പോകും. എന്തിനാണെന്നറിയോ? 5 നേരവും നമസ്കാരം കഴിഞ്ഞാൽ മുട്ടുകുത്തി പടച്ച തമ്പുരാനോട് ഞാൻ പ്രാർത്ഥിക്കും, പടച്ചവനെ, എന്റെ കണ്ണിന് കാഴ്ച നൽകിയ ആര്യ അന്തർജനത്തെ നീ സ്വർഗ പൂങ്കാവനത്തിൽ പ്രവേശിപ്പിക്കണമേ എന്ന്. ഒറ്റക്കണ്ണനായ അബ്ദുൽ ജബ്ബാറിന്റെ പ്രാർത്ഥന പടച്ചവന്മാർ കേൾക്കോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ നോക്ക്, കൽക്കട്ടയുടെ തെരുവീതികളിൽ രക്തത്തിലും ചലത്തിലും മലിനജലത്തിലും കുളിച്ച് നടന്ന മനുഷ്യരെ പെറുക്കിയെടുത്ത് ഒപ്പിയെടുത്ത് കുളിപ്പിച്ച് വൃത്തിയാക്കി മനുഷ്യരൂപമാക്കി അവരെ കൊണ്ടുവന്ന ജീവിക്കുന്ന ദൈവമെന്ന് അവകാശപ്പെടാവുന്ന മദർ തെരേസയുള്ള സ്വർഗം ഞാനൊന്ന് സ്വപ്നം കാണുന്നു എന്ന് പറഞ്ഞപ്പോ KT ജലീലിനെ കാഫറാക്കിയ ലീഗ്, ലോകത്ത് അഹിംസയുടെ മുദ്രാവാക്യം ഉയർത്തിയ അഹിംസയുടെ പ്രവാചകൻ ഗാന്ധിയുള്ള സ്വർഗം ഞാൻ സ്വപ്നം കാണുന്നു എന്ന് പറഞ്ഞപ്പോ KT ജലീലിനെ കാഫറാക്കിയ ലീഗ്, ആ ലീഗിന്റെ ഈ KM ഷാജി അന്ന് നടത്തിയ പ്രസംഗത്തിന്റെ ഒരു വാക്ക് ഇങ്ങനെയാണ്: മലപ്പുറത്തെ വല്യങ്ങാടി പള്ളിപ്പറമ്പിൽ 40 പേരുടെ കബറിടത്തിൽ ഒരു ആളുടെ എന്ത് തട്ടാനായിരുന്നു, വേലുക്കുട്ടി തട്ടാന്റെ കബറുണ്ട്. വേലുക്കുട്ടി തട്ടാന്റെ കബറുണ്ട്. ഒന്ന് വേലുക്കുട്ടി തട്ടാന്റെ കബറാണ്. ഞങ്ങൾക്ക് ലീഗിനോട് ചോദിക്കാനുള്ളത്, പള്ളി സംരക്ഷിക്കുന്നതിൽ മരിച്ചു വീണ വേലുക്കുട്ടി തട്ടാൻ സ്വർഗത്ത് പോവോ? നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. ഞാൻ അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നാട് വളരെ അപകടത്തിലേക്കാണ് പോകുന്നത്. വളരെ അപകടം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ചെറിയ കാര്യമല്ല. മെല്ലെ മെല്ലെ മതം പറഞ്ഞ് ആ മതം വർഗീയമാക്കി. ലീഗിന്റെ സ്നേഹിതന്മാരോട് വളരെ വിനീതമായി പറയാണ്, നിങ്ങളുടെ പത്രം ചന്ദ്രികയാണ്. ആ ചന്ദ്രികയുള്ള വീടുകളിൽ നിങ്ങൾ പോയി നോക്ക്. പല വീടുകളിലും ഇന്ന് ചന്ദ്രികയില്ല. അവിടെ പകരം മാധ്യമമായിട്ടുണ്ട്. മനുഷ്യ മുസ്ലിം മനസ്സുകളിൽ വർഗീയത മെല്ലെ മെല്ലെ കയറ്റിക്കൊണ്ടുവരുന്ന സ്ലോ പോയിസൺ മാധ്യമം, മീഡിയ വൺ സ്ലോ പോയിസൺ. നന്നായി കരുതിയിരിക്കണം. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ അടുത്ത കാലത്ത് ഒരു പണ്ഡിതന്റെ പ്രസംഗം കേൾക്കാനിടയായി. ഏത് മതത്തിന്റെ പണ്ഡിതൻ എന്നൊന്നും നിങ്ങൾ എന്നോട് ചോദിക്കണ്ട. ആ പണ്ഡിതൻ പറഞ്ഞ കാര്യം എന്താ അറിയാം? അയാൾ പറയാണ്, നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു അസുഖം വന്നാൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോൾ നമ്മുടെ മതത്തിൽപ്പെട്ട പെണ്ണുങ്ങളായ ഡോക്ടർമാരുണ്ടോ നോക്കണം. നമ്മുടെ മതത്തിൽപ്പെട്ട പെണ്ണുങ്ങളായ ഡോക്ടർമാരില്ലെങ്കിൽ നമ്മുടെ മതത്തിൽപ്പെട്ട ആണുങ്ങളായ ഡോക്ടർമാരുണ്ടോ നോക്കണം. നമ്മുടെ മതത്തിൽപ്പെട്ട ആണുങ്ങളായ ഡോക്ടർമാരും ഇല്ലെങ്കിലേ നിങ്ങൾ ഇതര മതത്തിൽപ്പെട്ട ഡോക്ടർമാരെ കാണിക്കാവൂ. എങ്ങനെയുണ്ട് നാട്? ഉഷാറല്ലേ? ഉഷാറല്ലേ? നിങ്ങളുടെ അഭിപ്രായത്തിൽ? ഭാര്യക്ക് അസുഖം വന്ന് മരിക്കും. മരണമല്ല പ്രശ്നം, പരിശോധിക്കുന്ന ഡോക്ടറുടെ മതമാണ് പ്രശ്നം. ആ പണ്ഡിതനോട് എനിക്ക് ഒറ്റ കാര്യം പറയാൻ, താങ്കൾക്കൊരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടി ആണാവട്ടെ പെണ്ണാവട്ടെ നന്നായി പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ, അങ്ങനെ പഠിച്ച് ആ കുട്ടിക്ക് MBBS പ്രവേശനം കിട്ടിയെങ്കിൽ, അങ്ങനെ കിട്ടിയത് തൃശൂർ മെഡിക്കൽ കോളേജിലാണെങ്കിൽ, ലോകത്തിലെ എല്ലാ മെഡിക്കൽ കോളേജും പോലെ തൃശൂർ മെഡിക്കൽ കോളേജിലും മനുഷ്യ ശരീരത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് മുറിയുണ്ട്. ആ ക്ലാസ് മുറിയുടെ പേര് അനാട്ടമി ക്ലാസ്. തൃശൂർ മെഡിക്കൽ കോളേജിൽ അനാട്ടമി ക്ലാസ്സിലെ ബെഞ്ചിൽ ഒരു മൃതശരീരം ഇങ്ങനെ മലർന്ന് കിടക്കുന്നുണ്ട്. നെഞ്ചു കീറി വയറ് കീറി കിടക്കുന്ന മൃതശരീരം ആരുടേതെന്ന് അറിയോ സഖാക്കൾക്ക്? വനിതാ സഖാക്കൾക്ക് അറിയോ ആരുടേതാണ്? നിങ്ങൾ അറിയണം. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു ജോസഫൈൻ. 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് അവർ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ കൂടിയായിരുന്നു. ആ സമയത്ത് പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടിയോട് അമ്മ വാത്സല്യത്തോടെ, അമ്മയുടെ സ്നേഹാധികാരത്തോടെ ഒന്ന് ചോദിച്ചു പോയി, എന്തേ പീഡിപ്പിക്കപ്പെട്ട ദിവസം പോലീസിൽ പരാതി കൊടുക്കാതിരുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ടില്ലേ? പിന്നെ പിറ്റേ ദിവസം മുതൽ കേരളത്തിലെ സകല ചാനൽ മുറിയിലെയും കോട്ടിട്ട തമ്പുരാക്കന്മാർ ജോസഫൈന്റെ പച്ചമാംസം കൊത്തിവലിച്ചു വിചാരണ ചെയ്തു. ദിവസങ്ങളോളം കേരളത്തിലെ സകല പത്രങ്ങളും ദിവസങ്ങളോളം ജോസഫൈനെ വിചാരണ ചെയ്തു. കേരളത്തിന്റെ തെരുവിലിട്ട് രാഷ്ട്രീയ എതിരാളികൾ ജോസഫൈന്റെ പച്ചമാംസം കൊത്തിവലിച്ചു. അവസാനം പാർട്ടിക്ക് പോലും ജോസഫൈനോട് പറയേണ്ടി വന്നു, വനിതാ അധ്യക്ഷ സ്ഥാനം രാജിവെക്കണമെന്ന്. രാജിവെക്കുന്ന ദിവസം സഖാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളിൽ എത്ര പേര് കേട്ടു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. സഖാവ് പറഞ്ഞു, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരിയാണ്. ഇൻകുലാബിന്റെ വിളികൾ കേട്ടുകൊണ്ട് വേണം എനിക്ക് മരിക്കാൻ. ചെങ്കൊടി ഇങ്ങനെ പാറിപ്പറക്കുന്നത് കണ്ടുകൊണ്ട് വേണം എനിക്ക് മരിക്കാൻ. സഖാക്കളെ, നിങ്ങൾ കണ്ടോ? 24ാം പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ നടക്കുമ്പോ 1000 കണ്ടനാളങ്ങളിൽ നിന്ന് ഇൻകുലാബിന്റെ വിളിയേറുമ്പോ 100 കണക്കിന് ചെങ്കൊടികൾ ആകാശത്തേക്ക് ഇങ്ങനെ പാറിപ്പറക്കുമ്പോ 23ാം പാർട്ടി കോൺഗ്രസിൽ വെച്ച് കണ്ണൂരിൽ വെച്ച് ഹൃദയം പൊട്ടി ജോസഫൈൻ മരിച്ചു. സമ്മേളന നഗരിയിൽ കാണണോ? നിങ്ങൾക്ക് ജോസഫൈനെ കാണണോ? എന്റെ കൂടെ വാ. തൃശൂർ മെഡിക്കൽ കോളേജിൽ അനാട്ടമി ക്ലാസ്സിൽ സഖാവ് ഇങ്ങനെ മലർന്ന് കിടക്കുന്നുണ്ട്. ആ നെഞ്ചു കയറിയിട്ടുണ്ട്, ആ വയറു പിളർന്നിട്ടുണ്ട്.
കേറിയ നെഞ്ചിനകത്തൂടെ വയറിനകത്തൂടെ കൈയിട്ട് ഹിന്ദുവിന്റെ, മുസൽമാന്റെ, ക്രിസ്ത്യാനിയുടെ, മതമുള്ളവന്റെ, മതമില്ലാത്തവന്റെ കുട്ടികൾ പഠിക്കാണ്. ഇത് ഹൃദയം, ഇത് കിഡ്നി, ഇത് നട്ടല്, ഇത് വാരിയല്. എന്നിട്ട് അവര് നല്ല ഡോക്ടർമാരായി പുറത്തേക്ക് ഇറങ്ങുക. മരണത്തിലേക്ക് നടന്നു നീങ്ങുന്ന മനുഷ്യരുടെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. എത്ര പേർ മരിച്ചാലും മനുഷ്യന് വേണ്ടി ജീവിക്കുന്ന എത്ര സഖാക്കൾ. 34 കൊല്ലം ബംഗാൾ ഭരിച്ചതിൽ മഹാഭൂരിപക്ഷം ഭരിച്ച ജ്യോതി ബാസുവിനെ കാണണോ നിങ്ങൾക്ക്? ഈ അടുത്ത കാലത്ത് മരിച്ച മുൻ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യയെ കാണണോ നിങ്ങൾക്ക്? വാ, കൽക്കട്ട മെഡിക്കൽ കോളേജിന്റെ അനാട്ടമി ക്ലാസ്സിൽ സഖാക്കൾ ഇങ്ങനെ മലർന്നു കിടക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് നമ്മളോട് ഇവിടെ പറഞ്ഞു പോയ പ്രിയപ്പെട്ട സീതാറാം യെച്ചൂരിയെ കാണണോ സഖാക്കളെ നിങ്ങൾക്ക്? വാ, ഡൽഹി എയിംസിന്റെ അനാട്ടമി ക്ലാസ്സില് സഖാവ് ഇങ്ങനെ മലർന്നു കിടക്കുന്നുണ്ട്, നെഞ്ചു കീറി വയറു പിളർന്ന്. ഒരുപാട് കാലം കാസർകോട്ടെ MP ആയിരുന്ന രാമണ്ണറെ കാണണോ? വാ, കണ്ണൂർ മെഡിക്കൽ കോളേജിന്റെ അനാട്ടമി ക്ലാസ്സിലുണ്ട്. പുന്നക്കൽ സംശു SDPIക്കാര് വെട്ടി നുറുക്കി മരണം ഉറപ്പായിട്ടും അതിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് സാധാരണ മരണം പ്രാപിച്ച പുന്നക്കൽ സംശുവിനെ കാണണോ? വാ, മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ അനാട്ടമി ക്ലാസ്സിൽ സഖാവ് ഇങ്ങനെ മലർന്നു കിടക്കുന്നുണ്ട്. സംഖ്യയായ മകളെ എതിർത്തിട്ടും മറ്റു മക്കളുടെ സഹായത്തോടെ, നിയമ പോരാട്ടത്തോടെ ഞങ്ങളുടെ MA ലോറൻസ് സഖാവിനെ കാണണോ നിങ്ങൾക്ക്? എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിൽ മലർന്നു കിടക്കുന്നുണ്ട് ഞങ്ങളുടെ സഖാവ്. എത്ര പേർ മരിച്ചാലും മനുഷ്യന് വേണ്ടി ജീവിക്കുന്ന എത്ര പേർ. പ്രിയപ്പെട്ടവരെ, ഈ വർത്തമാന കാലത്ത് ആ ധീര സഖാക്കളുടെ ഓർമ്മകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മതേതരത്വത്തിനും ജനാധിപത്യത്തിനും വേണ്ടിയുള്ള ഉജ്ജ്വല പോരാട്ടം നടത്തണം. അതിനുള്ള ഒരവസരം കൂടിയാകട്ടെ ഈ സമ്മേളനങ്ങളെ ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ലാൽ സലാം.